ഉത്തരാഖണ്ഡില് നെംടോണ എന്ന് പറഞ്ഞ് ഒരു ദേവതയും അതിനോടനുബന്ധിച്ചുള്ള കാവ് പോലത്തെ സംസ്കാരവും. നെംടോണ കാവിന്റെ അമ്മയാണ്, അവിടുത്തെ കാവിന്റെ അമ്മയാണ്. ഇത് പേഗനാണ്, ഇത് പ്രാകൃതമാണെന്ന് പറഞ്ഞ് അവിടെയും ഇത് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. നല്ലതിനെല്ലാം നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ പലരും പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം അച്ഛനും അമ്മയും കളയണമെന്ന് അമ്മയും അച്ഛനും തന്നെ പഠിപ്പിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞത് കൊണ്ടു കളയാനാണ്, ഞാനും കൊണ്ടുകളയുന്നു. ഇനി ചിലപ്പോൾ പറഞ്ഞു, കാരണം ഇപ്പൊ ഡിപ്രഷനൊക്കെ ഫാഷനായി തുടങ്ങി. എനിക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ മൂഡ് സ്വിംഗ് ആണെന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പൊ ഒരു ഫാഷനായ കാലത്ത് ആയതുകൊണ്ട് ഒരു പക്ഷേ ഇനി പറഞ്ഞേക്കും, ബലിയിടാത്ത ഒരാൾക്ക് ഈ വാതിൽ അടഞ്ഞ് തന്നെ കിടക്കും. അതുകൊണ്ട് ബലിയിട്ടാലേ ഈ ഡിപ്രഷൻ കഴിക്കുന്ന മരുന്ന് പോലും അകത്ത് കയറുള്ളൂ. ക്ഷേത്രത്തിലെ ദേവത നിങ്ങളെ അന്വേഷിച്ച് വരില്ല, നിങ്ങൾ ദേവത അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം. കുലദേവത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനിതകമാണ്. കാവിലെ ദേവത പഞ്ചഭൂതാത്മകമാണ്. അതിലേക്ക് എത്താനാണ് ദേവതയ്ക്ക് താല്പര്യം. നമ്മൾക്ക് ദേവതയെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ച് ആലോചിക്കണം. അതാണ് നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നാളെ എങ്ങനെയെന്നൊരു ചിന്ത വേണ്ട. ഇപ്പോൾ ഈ നിമിഷം സമയത്തിൻ്റെ ദേവതയാണ് ഇതെല്ലാം. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ജയരാജ് മിത്രയാണ്. അദ്ദേഹം ഒരു സാധാരണ തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ലോക്കോമോട്ടീവ് പൈലറ്റായിരുന്നു. അതിനുശേഷം സിനിമ, നാടക, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നുള്ള പേരിലും പുസ്തകങ്ങളുടെ ലോകത്തിലെ എഴുത്തുകാരൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇഷ്ടം മലയാളത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള ദേവതകളെ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ആത്മീയ സഞ്ചാരിയായിട്ടാണ്. നമസ്കാരം ചേട്ടാ. ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ ഫേസ്ബുക്കിലെ എഴുത്തുകൾ അതിലൂടെയാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെ ആ പേരിലെ ആ മിത്ര, അത് ഭയങ്കര അടുപ്പുണ്ടാക്കുന്ന ഒന്നാണ്. അതിലൂടെ ശ്രദ്ധിച്ച് വായിച്ചു വരുമ്പോൾ ഞാനടക്കമുള്ള ഒരു കേരളത്തിൽ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങ് എഴുത്തിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ ക്ഷേത്ര സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, ഇവിടെ കാവുകൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ പ്രത്യേകത? കാവുകൾ ക്ഷേത്രമായി മാറി ഹിന്ദു അഭിവൃദ്ധി പ്രാപിച്ചു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കാവും ക്ഷേത്രവും രണ്ടാണ്. ഞാനും ഈ പറഞ്ഞ പോലെ എൻ്റെ ദേവത എന്താണെന്ന് അറിയാതെ ഒരുപാട് ആഗ്രഹിച്ചും അലഞ്ഞും കണ്ടെത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മളെ പലരും കൺഫ്യൂസ് ചെയ്യിപ്പിക്കും, തെറ്റിദ്ധരിപ്പിക്കും, പിന്നെ നമ്മളതൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മളിത് കണ്ടെത്തിയേ തീരൂ എന്നുള്ള വാശിയോടുകൂടി ഇറങ്ങുമ്പോഴാണ് ഈ ദേവത തന്നെ നമ്മൾക്ക് തുണയായിട്ട് വരും. എന്നുവെച്ചാൽ നിൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാൻ മോനെ എന്ന് പറഞ്ഞിട്ട് അമ്മ കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാവുകൾ, ആചാര്യന്മാരെയൊക്കെ ഞാൻ കാണുന്നതൊക്കെ. ഈ പറഞ്ഞ എല്ലാ ആചാര്യന്മാരും 100% നമ്മൾക്ക് എടുക്കാവുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പം ഞാൻ പറയുന്നത് പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാണിംഗ് പോലെ കൊടുക്കേണ്ടതാണ്. ഇത് മുഴുവൻ ഇതാണ് ശരിയെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ലോജിക്കിലൂടെ കടത്തിവിട്ട് നിങ്ങൾക്ക് ശരിയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് മാത്രമേ എടുക്കാവൂ. അതെ, അർജുനോട് കൃഷ്ണൻ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടല്ല. അതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ സംശീകരിച്ച കുറേ അറിവുകൾ ഒരുപാട് ആചാര്യന്മാർ അതിലേക്കുള്ള അറിവുകൾ തന്നിട്ടുണ്ട്. ചിലർ പറയുമ്പോൾ നമുക്ക് തോന്നാം ഇത് ശരിയല്ല, അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കേട്ടിരിക്കും. എന്നിട്ട് നമ്മളൊന്ന് മനനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ വേറൊരു അർത്ഥം. കാരണം ചിലപ്പോൾ നമുക്ക് ഇൻസൈറ്റ് ആയിരിക്കും അദ്ദേഹം തന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ പല പല ആൾക്കാരിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഞാനിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അത് അങ്ങേക്ക് കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ അറിവുകൾ ഞാൻ സത്യസന്ധമായി പറയുന്നതുകൊണ്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ കഥ കലർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ കാവുകളും ക്ഷേത്രം തമ്മിലുള്ള പ്രധാന വ്യത്യാസം പലരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, കാവുകൾ എന്ന് പറയുന്നത് സ്വയംഭൂവായ ഊർജ്ജ കേന്ദ്രങ്ങളാണ്. അതായത് ഒരു പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക ഇടത്ത് ഒരു പ്രത്യേക പ്രഭാവമുണ്ട് എന്ന് പ്രകൃതിയോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന പണ്ടത്തെ ആൾക്കാർ, നന്മയുള്ളവർ, ധാർമ്മിക ജീവിതം നയിക്കുന്നവർ അത് തിരിച്ചറിയുന്ന പിറ്റേ ദിവസം ആ സ്ഥലത്ത് അവർ പൂവിടുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവിടെയുള്ള മരങ്ങളെല്ലാം പൂർണ്ണമായും, പണ്ടേ അവർ മരങ്ങളെ സംരക്ഷിച്ചിരുന്നു, അത് കുറച്ചുകൂടി നന്നായി സംരക്ഷിച്ച് അവർക്കിഷ്ടമുള്ളവർ വരും. കാരണം ആ ദേവത, കാവിലെ ദേവത പഞ്ചഭൂതാത്മകമാണ് എന്ന് വെച്ചാൽ അതിനെ മന്ത്രങ്ങൾ കൊണ്ട് ബന്ധിച്ചിട്ടില്ല, പ്രത്യേക രൂപം ആവശ്യമില്ല. അവിടെ ആ പ്രകൃതിയെല്ലാം വിലയം കൊണ്ട് നിൽക്കുന്നതും, എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ആ പ്രകൃതിയിൽ എൻ്റെ ഇടപെടൽ വേണമെന്ന് ദേവതയ്ക്ക് തോന്നുന്ന സമയത്ത് ദേവത നമ്മൾക്കിഷ്ടമുള്ള രൂപത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതിനെ ആരാധിക്കാൻ ഡെപ്യൂട്ടികളുടെ ആവശ്യമില്ല, ഇടനിലക്കാരുടെ ആവശ്യമില്ല. എനിക്ക് പുഷ്പാഞ്ജലി കഴിക്കണമെങ്കിൽ ഞാൻ പുഷ്പം കൊണ്ടിട്ട് അമ്മയെ കാത്തോളണേ എന്ന് പറഞ്ഞാൽ പുഷ്പാഞ്ജലിയാണ്. ആ ദേവത സഞ്ചരിക്കുന്നതാണ്, നാട് മുഴുവൻ സഞ്ചരിക്കുന്നതാണ്. അതായത് തൻ്റെ നിയന്ത്രണത്തിലുള്ള, അതുപോലെ ഇതുപോലെ വേറൊരു ഊർജ്ജപ്രഭാവം മറ്റൊരിടത്ത് കണ്ട്
അവരതിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഇടം വരെ, അതിൻ്റെ അതിർത്തി വരെയും ഈ ദേവത നിത്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഓരോ വീട്ടിലും കയറി എൻ്റെ ഉണ്ണികൾക്കെല്ലാം സുഖമല്ലേ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദേവതയാണ് കാവല് ദേവത. എന്നാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് എന്തോ ഒരു പ്രത്യേക കുഴപ്പമുണ്ടാകുന്നു എന്ന് നാടുവാഴികൾ ശ്രദ്ധിക്കുന്നു. രാജാവോ നാടുവാഴിയോ ദേശവാഴിയോ ആരുമായിക്കോട്ടെ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഒരു പ്രത്യേക സ്ഥലത്ത് ദാരിദ്ര്യമല്ലാതെ വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ജനിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇരട്ടക്കുട്ടികൾ ജനിക്കുന്ന ഒരു നാടായി മാറുന്നു. പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു. അപസ്മാരമാവാം, അതല്ലെങ്കിൽ ആക്രമണ സ്വഭാവം വരുള്ള ആൾക്കാർ കൂടുതൽ ജനിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് അത്തരത്തിൽ കുഴപ്പം സംഭവിക്കാൻ കാരണം? ഭക്ഷണത്തിൻ്റെ ആണോ? അങ്ങനെ പല പല ആലോചനകളിൽ നിന്നും ഇവരെല്ലാവരും കൂടി യോഗം ചേർന്ന്, പണ്ഡിതന്മാർ, ജ്യോത്സ്യന്മാർ, തന്ത്രികൾ, കർമ്മികൾ എല്ലാവരും ഉണ്ടായിരിക്കും. അവരെല്ലാവരും കൂടി യോഗം ചേർന്ന് എന്താണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തുമ്പോഴാണ് ആ പ്രത്യേക ഭാഗത്ത് ഒരു പ്രത്യേക ഊർജം ജനങ്ങളുടെ പ്രകൃതിക്ക്, അതായത് ബ്രഹ്മാണ്ടമാണ് വലിയ പ്രകൃതിയെങ്കിൽ പിണ്ടാണ്ടമായ സാധാരണ ആൾക്കാരുടെ പ്രകൃതിയിൽ ദോഷകരമായ രീതിയിൽ എന്തോ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ആദ്യം ന്യൂട്രലൈസ് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് നല്ലതിനെ വളർത്തണം. അപ്പോൾ അതിന് പറ്റിയ ഊർജ്ജം എന്താണ്? ഇതിനെ നേരിടാൻ കഴിയുന്ന ദേവത. ഇപ്പം രാവണൻ അവിടെ ഉണ്ടെങ്കിൽ രാമൻ വേണം എന്ന് പറയുന്നത് പോലെ ഇതിനെ നേരിടാൻ കഴിയുന്ന ഒരു ദേവത ആരാണെന്ന് നിശ്ചയിച്ച്, അതിൻ്റെ രൂപം നിശ്ചയിച്ച്, അതിനെങ്ങനെ പ്രതിഷ്ഠിക്കണം നിശ്ചയിച്ച്, അതിന് കൊടുക്കേണ്ട ദ്രവ്യങ്ങൾ നിശ്ചയിച്ച്, ആ അമ്പലത്തിലെ ആചാരങ്ങൾ നിശ്ചയിച്ച്, കൃത്യമായ മന്ത്രങ്ങളെല്ലാം തീരുമാനമാക്കി അവിടെയുള്ളവർ ഇരുന്ന് ജപിച്ച് ആദ്യം പ്രതിഷ്ഠ നടത്തുന്നു, പ്രാണപ്രതിഷ്ഠ. ഈ പറഞ്ഞ ബ്രാഹ്മണൻ്റെ, നമ്പൂതിരിയുടെ നല്ല ഉദ്ദേശിച്ചത് ബ്രാഹ്മണൻ്റെ, ബ്രഹ്മം അറിയുന്ന, ബ്രഹ്മത്തിനെ തിരിച്ചറിഞ്ഞ ഒരാളുടെ പ്രാണനും അതും കൂടി ദേവതയും കൂടി ചേർത്ത് പ്രതിഷ്ഠിച്ച് അതിനെ എല്ലാവരും കൂടി നമസ്കാര മണ്ഡപം പോലെയുള്ള സ്ഥലത്തിരുന്ന് ജപിച്ച് ആ നാടിന് മുഴുവൻ റേഡിയേറ്റ് ചെയ്ത് ഈ ഊർജ്ജം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ക്ഷേത്രത്തിനെ വളർത്തിയെടുക്കുന്നതാണ്. ആ ക്ഷേത്രം സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുന്ന ആചാര്യന്മാരുടെ നിരന്തരമായ ജപങ്ങൾ കൊണ്ട് അത് വീണ്ടും വളർന്നുകൊണ്ട് ആശ്രിതത്വത്തിനും അപ്പുറത്തേക്ക് അത് ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തിരിച്ചറിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനെ ഞാൻ ഇനിയും ഫ്ലറിഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചിട്ട് തൻ്റെ പ്രാണൻ കൂടി കലർത്തി ജപിച്ചിട്ട് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ക്ഷേത്രം ഉണ്ടാകുന്നത്. രണ്ടും രണ്ടാണ്. ഒന്നും ഉണ്ടാക്കിയെടുത്തതാണ്, അതല്ലെങ്കിൽ ഒരാളിരുന്ന് ജപിച്ച് ഉണ്ടായ ഊർജ്ജം പിന്നീട് ക്ഷേത്രമായി മാറുന്ന അവസ്ഥയും വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റമ്പലങ്ങളും കൊടിമരവും അങ്ങനെ പല പല സംവിധാനങ്ങളുണ്ടാവും, പ്രതിഷ്ഠയിൽ പ്രത്യേകം ഉണ്ടാവും. ഇപ്പോൾ ചേട്ടൻ പറയുന്ന അനുസരിച്ചിട്ട് കാവുകള് നമ്മുടെ പ്രകൃതിയുടെ താളത്തിൽ നിന്ന് സ്വയം ഉരുവായതാണ്. മറ്റേത് നമ്മളായിട്ട്, മനുഷ്യരായിട്ട് നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഉണ്ടായതോ ആവാം. കാരണം ഒരു ആള് സമാധിയായി കഴിഞ്ഞാൽ അത് പിന്നീട് ക്ഷേത്രമായി പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് കാവുകൾ, വീടിനോട് ചേർന്ന ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഉരുവാക്കാൻ സാധിക്കുമോ? കാവിനെ ക്ഷേത്രമാക്കാൻ പറ്റുമോ? അല്ല, നമ്മളിപ്പോ കാവ് വീടിനോട് ചേർന്നാണല്ലോ സാധാരണ കാവുകൾ ഉണ്ടാവുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. കുന്നിന്റെ മുകളിലെല്ലാം കാവുകളുണ്ട്, പാടത്ത് കാവുകളുണ്ട്, പല സ്ഥലത്തുണ്ട്. കാവുകൾ ഉദ്ദേശിച്ച് പാമ്പങ്കാവാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ വീടിനോട് ചേർന്നുണ്ടാവും. അങ്ങനെ അല്ല, നമ്മളിപ്പോ നമ്മുടെ കാരണവർ ആചരിച്ചിരുന്ന നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു സന്നിധി, ഒരു പ്രകൃതിയുടെ ഒരു സന്നിധി, അവിടുത്തെ ഊർജ്ജരൂപത്തെ നമ്മൾ ദേവതയെ കണ്ട് ആരാധിക്കുന്നതാണ് അങ്ങ് പറഞ്ഞത്. അപ്പൊ അതിന് പകരം നമുക്ക് കാവിന് പകരം അവിടെ ക്ഷേത്രമാണെങ്കിൽ, അതായത് ഒരു വീട്ടിൽ കാവില്ല, അവിടെ നമ്മളൊരു ക്ഷേത്രം ഉരുവാക്കുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏത് തരത്തിലാണ് വരുന്നത്? ഇപ്പൊ ധാരാളം പേരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണത്. ക്ഷേത്രത്തിലെ ദേവത നിങ്ങളെ അന്വേഷിച്ച് വരില്ല. നിങ്ങൾ ദേവത അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം. ദേവതയ്ക്ക് അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്, അതാണ് കൊടിമരം. ക്ഷേത്രത്തിലെ ദേവത ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിരിക്കുന്ന വിധാനത്തിൽ മന്ത്രങ്ങൾ കൊണ്ട് ബന്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണാം, നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നീ ഇവിടെ ഊർജ്ജപ്രഭാവമായി പ്രസരിച്ചു കൊണ്ടിരിക്കുക. ചെന്ന് റീചാർജ് ചെയ്ത് വരണം. നമ്മൾ അല്ല, എല്ലാവരും ക്ഷേത്രപ്രവേശനത്തിന് മുമ്പ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും ആരും ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പണ്ട്. കാരണം അത് അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നിരിക്കും. പിന്നെ ദേവത നമ്മളെ കാണാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയമുണ്ട്, അതാണ് ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ നാൾക്കവലകളിലും ബലി തൂവി, എല്ലാ വൻ വൃക്ഷങ്ങൾക്കും ബലി തൂവി, ദേവത എല്ലാ വീടുകളിലൂടെയും കയറി പറയെടുപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ കടന്നു വരുന്ന സമയങ്ങളുണ്ട്. നോർമലി ക്ഷേത്രത്തിനുള്ളിലേക്ക് ആരും പോകേണ്ടതില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട ഊർജ്ജം കിട്ടും. ക്ഷേത്രത്തിലേക്ക് നമ്മളുടെ പങ്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. എണ്ണയായോ അല്ലെങ്കിൽ അവല്, മലര്, നെല്ല് എന്തുമായിക്കോട്ടെ, നല്ലതായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല നെയ്യ് കൊടുത്താൽ ആ ദേവത നല്ല നെയ്യ് കഴിച്ച് നമ്മൾക്ക് നല്ല ഊർജ്ജം തിരിച്ചു തരുന്നതാണ്. ഇപ്പോഴത്തെ വിളക്കെണ്ണ പോലത്തെ കൊടുക്കാൻ, വിളക്കെണ്ണ കൊടുത്ത ഒരു സംശയം വേണ്ട, അത് കൊടുത്തവന് ക്യാൻസർ വരും, അല്ലെങ്കിൽ അത് സംശയം വേണ്ട. അത് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തേച്ച് കുളിക്കേണ്ട കാര്യമില്ല. തൊട്ടടുത്ത ദേവതാ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ മോശം എണ്ണ കത്തിച്ച് വിളക്കിലൊഴിച്ച് കത്തിച്ചാൽ
അവന് ക്യാൻസർ വരും മറ്റു മാറാരോഗങ്ങൾ വരുന്നതിൽ ഒരു സംശയമുണ്ട്. കാരണം പുറത്തെ പ്രകൃതി അകത്തെ പ്രകൃതി ഒന്ന് തന്നെയാണ്. ഇത് രണ്ടിനും കൂടി വിളക്കി വെക്കാനുള്ളതാണ് വിളക്ക്. അപ്പോൾ വിളക്കി വെക്കുന്നത് ക്യാൻസർ വരാൻ സാധ്യതയുള്ള സാധനം കൊണ്ടാണെങ്കിൽ അത് തന്നെയാണ് വിളങ്ങി വരിക. അതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരുന്നതിൽ ഒരു സംശയമില്ല. നല്ല സാധനങ്ങൾ ദേവതയ്ക്ക് കൊടുത്താൽ ദേവത നല്ലത് തിരിച്ചു തരുന്നൊരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ ക്ഷേത്രം വയ്ക്കാം, കൊടിമരമൊക്കെ വെച്ച് ദേവതകളുടെ മതിലൊക്കെ തീരുമാനിച്ച് ഇതിനുള്ളിലാണ് ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്ന് പറയുന്നൊരു ക്ഷേത്രമാവാം. കാവ് എന്ന് പറഞ്ഞാൽ ദേവത സ്വന്തം ഇഷ്ടപ്രകാരം കറങ്ങി നടക്കുന്നതാണ്. സ്വതന്ത്രയാണ്. അങ്ങനെ വരുത്തുപോക്കെന്നൊക്കെ പറഞ്ഞ പണ്ടല്ലേ, രാത്രി പോകുന്ന സമയത്ത് വരുത്തുപോക്കുണ്ടായിരുന്നു, ഞാൻ കണ്ടു, പേടിച്ചു, ചിക്കൻ ബോക്സ്. ഞങ്ങളുടെ തലമുറയ്ക്ക് ഈ വരുത്തുപോക്കെന്നൊക്കെ പറയുന്നത് കുറെ കൂടി കേട്ടറിവുകൾ മാത്രമാണ്. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ കാലത്ത് അവരൊക്കെ കുറച്ചുകൂടി കണ്ടറിവുകാരാണ്, നമ്മൾ കേട്ടറിവിലേക്ക് വന്നു. അതുകൊണ്ടാണോ ഈ കാവുകളുടെ ഒക്കെ ഒരു ക്ഷയം ഉണ്ടായിട്ടുള്ളത്? അല്ല, കണ്ടറിവും കേട്ടറിവും എന്നല്ല, ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു രൂപത്തിനെ കണ്ടു എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവർ പറയും അമ്മയാണ്, പേടിക്കണ്ടെന്ന് പറയും. ചിലപ്പോൾ എന്തോന്നിനെ കണ്ട് പേടിച്ചു എന്ന് പറയും. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറയുക ബൈപ്പോളറാണ്, സൈക്കിക്കാണെന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് ദേവതയാണെന്ന് കൃത്യമായി പണ്ടുള്ളവർ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞിരുന്നു. അത് സാരമില്ല, ഒരു പനി വന്നാൽ സ്വാഭാവികമായിട്ട് ആ ഊർജ്ജം നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഊർജ്ജമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദേവത സ്വതന്ത്രമായി വിഹരിക്കുന്ന സമയത്ത് മനുഷ്യൻ കാണാൻ പാടില്ലാത്ത ആ രൂപത്തിൽ അവരെ കണ്ടതുകൊണ്ടാണ് നമുക്ക് പനിയും അല്ലെങ്കിൽ മേലും മുഴുവൻ വസൂരി ചിക്കൻ ബോക്സ് ഒക്കെ വന്നു എന്ന് പറയുന്നത്. നമുക്ക് താങ്ങാൻ കഴിയാത്ത ഊർജ്ജം വരുമ്പോൾ ശരീരം ചൂടായിട്ടുള്ളതാണ് പ്രശ്നം വരുന്നത്. പക്ഷേ ഇതേ ഊർജ്ജം തന്നെ നാറാണത്ത് പ്രാന്തൽ ഉണ്ടായിട്ടില്ല. നാറാണത്ത് പ്രാന്തൻ ദേവതയ്ക്ക് ഒപ്പം എത്തിക്കഴിഞ്ഞ ഒരാളായതുകൊണ്ട് നീ കളിക്കണമെങ്കിൽ കളിച്ചോ, പോകണമെങ്കിൽ പോക്കോ, ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ മറ്റേ ഹൈ ലെവൽ റിലേഷൻഷിപ്പിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. കണ്ടു പേടിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതിന് സൈക്കിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും ഉണ്ട്, ഒരു സംശയമില്ല. കാരണം എനിക്ക് വളരെ ചെറുപ്പത്തിലുള്ള ആൾക്കാർ ദേവതയെ കണ്ടവരും ദേവത ശരീരത്തിൽ വന്ന് സംസാരിച്ച് പോയവരും ചില പ്രത്യേക സ്ഥലത്ത് പോയിട്ട് ബാധ കയറി എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞ് വീഴുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. നടക്കുന്നുണ്ട്, പറഞ്ഞാൽ മോശമാണെന്നുള്ളത് പറയുന്നില്ല എന്ന് മാത്രം. അന്ധവിശ്വാസമാണെന്ന് പറയാം. ഇനി ചിലപ്പോൾ പറഞ്ഞു, കാരണം ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഫാഷനായി കഴിഞ്ഞു. എനിക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ മൂഡ് സ്വിംഗ് ആണെന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പോൾ ഒരു ഫാഷനായ കാലത്തായതുകൊണ്ട് ഒരു പക്ഷേ ഇനി പറഞ്ഞേക്കും ദേവതയെ കണ്ടതിൻ്റെ ഒരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഫാഷൻ പോലെ വന്നേക്കും. ഇപ്പോൾ നമ്മുടെ ഈ കാവുകളോട് സംബന്ധിച്ച് കൃത്യമായൊരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു വലയം പണ്ടുള്ളവർ നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. നമ്മുടെ പ്രകൃതി ഇന്ന ഇടത്ത് ഇന്ന മരങ്ങൾ വേണം, അത് ഇന്ന പോലെ സംരക്ഷിക്കപ്പെടണമെന്ന്. അപ്പം അതിനോട് ചേർന്ന് തന്നെ ജലാശയങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുടിവെള്ളം കാശ് കൊടുത്ത് മേടിക്കുന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഈ ഇത്തരം അവസ്ഥയിലേക്ക് തിരികെ പോകണമെങ്കിൽ, അതായത് നമ്മൾക്ക് ദേവതമാരുടെ കാര്യത്തിൽ മാത്രമല്ല പ്രകൃതി സംരക്ഷണത്തിന് ആംഗിൾ കൂടി തിരികെ പോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യേണ്ടി വരും? പണ്ടുള്ളൊരു പ്രകൃതിയെ സംരക്ഷിക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അറിഞ്ഞിട്ടൊന്നല്ല പ്രകൃതിയെ സംരക്ഷിച്ചത്. അവർക്കറിയാം പ്രകൃതി ദേവതയാണെന്നുള്ളത്. കാരണം പൂത്തു നിൽക്കുന്ന മരങ്ങൾ അവർ മുറിച്ചിരുന്നില്ല, കാഴ്ച നിൽക്കുന്ന മരങ്ങൾ മുറിച്ചിരുന്നില്ല. കാരണം അത് ആ മരത്തിൻ്റെ മാതൃഭാവം ഉണർന്നു നിൽക്കുന്ന സമയമാണ്, പ്രസവിച്ച് നിൽക്കുന്നതാണ്. അതിൻ്റെ കൊമ്പുകൾ മുഴുവൻ കൊച്ചു കുട്ടികളാണ്, ഉണ്ണികളാണ്, അവർ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഭാവം അവിടെ എല്ലാ കാരണവന്മാർക്കുണ്ടായിരുന്നു. പിന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ വിഷയങ്ങളും ഒരാളെ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഈ വിഷയം മരവുമായി ബന്ധപ്പെട്ട ശാസ്ത്രം മുഴുവൻ അവരെ പഠിപ്പിച്ച് മരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണമെന്ന് തീരുമാനിച്ച് അവരെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുപറ്റില്ല. ഉദാഹരണത്തിന് ഇങ്ങനെ നിൽക്കുന്ന മരത്തിൻ്റെ തടി മുറിച്ച് ഒരു മരത്തിൻ്റെ ഉരുപ്പടി ഉണ്ടാക്കി കട്ടള വെക്കുമ്പോൾ ഇങ്ങനെ വെക്കില്ല, ഇങ്ങനെ തന്നെ വെക്കില്ല. കാരണം തിരിച്ചു വെച്ചാൽ നിങ്ങളെ തല കുത്തിയിട്ട് കുറച്ചു നേരം നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നേരം നിൽക്കാൻ പറ്റും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞതിനോട് നിങ്ങൾ ശപിക്കും. ഇത് മരത്തിനുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, അത് മുറിച്ച ഉണങ്ങിയ മരത്തിന് പോലും ആ ഒരു പ്രാണനുണ്ട് എന്നും അതിൻ്റെ ശാപം വാങ്ങേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് കൃത്യമായിട്ട് ഭൂമിയിൽ എങ്ങനെ നിന്നിരുന്നോ അതേ തലത്തിൽ തന്നെയാണ് കഴിഞ്ഞാൽ. അഥവാ അവർക്കത് ഈ ഞരമ്പുകൾ കൊണ്ടും മറ്റേ ആയുർദൈർഘ്യം കാണിക്കുന്ന വട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടും ആരുകൾ കൊണ്ടും കമ്പുകൾ കൊണ്ടും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു വെള്ളത്തിലിട്ട് നോക്കും, ഏത് ഭാഗമാണ് വെള്ളത്തിൽ താഴ്ന്നു നോക്കി അത് കടഭാഗം, അങ്ങനെ തിരിച്ചറിയാം. അപ്പോൾ അതിപ്പോൾ ഉദാഹരണത്തിന് മരം മുറിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മരപ്പണി ചെയ്യുന്ന ആൾക്കാർ ആശാരിമാർന്നോ കാർപ്പൻ്ററെന്നോ എന്ത് വിളിച്ചാലും അവർക്ക് ഇതിൻ്റെ ഒരു ശാസ്ത്രം അറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് അവർ തെറ്റുപറ്റില്ല. അപ്പം അതാണ് ഈ അതെ കുലാചാരം എന്ന് പറയുന്നതും ജാതി എന്ന് പറയുന്നതും വർണ്ണം എന്ന് പറയുന്നതൊക്കെ എല്ലാം തന്നെ പരസ്പരം ചെറിയ ചെറിയ അതിർവരമ്പുകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ അവരവരുടെ തൊഴിൽ മേഖലയിൽ അവരുടെ ദേവതയെ കണ്ട് എല്ലാറ്റിലും ദേവതാസങ്കല്പം കണ്ട് ചെയ്യുന്ന പണിയെല്ലാം ദേവതയ്ക്ക് സമർപ്പിച്ച് ചെയ്തിരുന്നവരായതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് സംഭവിക്കില്ല. അങ്ങനെ ഓരോ വിഭാഗത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മണ്ണ് കുഴയ്ക്കുന്നവർക്കൊരു ദേവതയുണ്ട്, ഇരുമ്പ് ഉരുക്കിയിട്ട് മറ്റേ ആയുധങ്ങൾ നിർമ്മിക്കുന്നവർക്കൊരു ദേവതയുണ്ട്. അപ്പോൾ എന്താ പറയുക, മടാള് കൊണ്ട് വെറുതെ ഒന്നിങ്ങനെ ഓങ്ങിയിട്ടവിടെ വെച്ചു എന്ന് വിചാരിക്കുക. പണ്ടുള്ള വിവരമുള്ള ആൾക്കാർ ഒരു കുട്ടികൾ അങ്ങനെ ഓങ്ങിയിട്ട് വെച്ച് കണ്ടാൽ ആ മടാളെടുത്തിട്ട് വെറുതെ എവിടെയെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് കൊത്തും. കാരണം ഇങ്ങനെ ഓങ്ങിക്കഴിഞ്ഞാൽ ആ മടാളിന് ആരെയോ വെട്ടാനുള്ളൊരു ടെൻഡൻസി വന്നതാണ്.
എത്ര സൂക്ഷ്മമാണ് അവരെ പഠനം നോക്കിയത്. അത് ചിലപ്പോൾ എവിടെയെങ്കിലും പോയി വെട്ടിയേക്കും. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ച മടാളിൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മരത്തിലോട്ട് ചെറുതായിട്ടൊന്ന് കൊത്തിയിട്ട് അവസാനിപ്പിക്കും. ഇനി അത് ആരും പോയി കൊല്ലാൻ നിൽക്കണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങനെ ആ മടാളിലൊരു ദേവത, ആ തോന്നലിനൊരു ദേവത, ഓരോ ക്രിയകൾക്കൊരു ദേവതയൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഓരോ കുലങ്ങളും ജാതികളെല്ലാം തിരിച്ച് അവരുടെ തൊഴിൽ തീരുമാനിക്കപ്പെട്ടതുകൊണ്ട് ഇതിലൊന്നും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ മരങ്ങളിലും ദേവത ഉണ്ടായിരുന്നു. വാസ്തു അനുസരിച്ച് ഓരോ ദിശകളിലും നിൽക്കേണ്ട മരങ്ങൾ അതൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. വെറുതെ അങ്ങോട്ട് തീരുമാനിച്ചൊന്നുമല്ല. തെക്ക് ഭാഗത്ത് പുളിമരം വേണമെന്ന് വെറുതെ തീരുമാനിച്ചൊന്നുമല്ല. ഇന്നിപ്പോൾ ശാസ്ത്രം മുന്നോട്ട് പോകുന്ന സമയത്ത് തെക്കൻ വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പുളിക്ക് കഴിയുന്നുണ്ടെന്നും അതിൻ്റെ കാഠിന്യത്തിനെ സ്വീകരിച്ചുണ്ടാവുന്ന പുളിങ്ങ അത്രയും രൂക്ഷമാണെന്നും ഈ രൂക്ഷത കൊണ്ട് ആയുർവേദ മരുന്നുകളെ ക്യാൻസൽ ചെയ്യാൻ വരെ അതിന് കഴിയുന്നുണ്ടെന്നും അതുകൊണ്ട് പഥ്യമുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ എന്നും പറയുന്നത് ഈ തെക്ക് ഭാഗത്തെ നമ്മളെ ദോഷമായി ബാധിക്കാമായിരുന്ന ഒന്നിനെ പുളി തടയുന്നുകൊണ്ടാണ്. ഈ വെറുതെ പഴയ ഒരു ആന്റിന ഉണ്ടല്ലോ, മറ്റേ മീൻമുള്ള ആന്റിന എന്നൊക്കെ പറഞ്ഞ ആന്റിന, ആ ആന്റിന പുളിമരത്തിൽ വെച്ച് നോക്കിക്കോ, സിഗ്നൽ കിട്ടില്ലേ. മറ്റേത് മരത്തിൽ വെച്ചാലും സിഗ്നൽ നന്നായി കിട്ടും, പുളിമരത്തിൽ വെച്ചാൽ സിഗ്നൽ ബ്ലർഡായി പോകും. അപ്പോൾ അവിടെ സിഗ്നലിനെ വരെ ഇടപെടാൻ കഴിയുന്ന ഒരു ഊർജ്ജം പുളിക്കുണ്ടോ എന്നുള്ളത് അനുഭവമുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം അതെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്ന ആൾക്കാർ തന്നെയാണ് മരങ്ങളുടെ സ്ഥലങ്ങൾ വരെ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കമ്മ്യൂണിസം, പിന്നെ ഒരു കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇങ്ങനെയുള്ള പല വിധത്തിൽ കാവുകളെല്ലാം അന്ധവിശ്വാസമാണ്, ഒരു കാവ് നശിച്ചാൽ അത്ര നല്ലത് എന്നുള്ള തരത്തിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരെല്ലാം തിരിച്ച് മൈക്രോ ഫോറസ്റ്റുകളാണെന്നും യോവാക്കി ആണെന്നും ഒക്കെ പറഞ്ഞ് ഇത് റീഇൻസ്റ്റാൾ ചെയ്യാൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അമ്മയെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? അതും കൂടി വന്നാലല്ലേ അതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അല്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നല്ലതിനെല്ലാം നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ പലരും പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ തലക്കിൽ നമ്മളൊക്കെ, ഞാനൊക്കെ അതിൽ അംഗമായിരുന്നു, പ്രവർത്തിച്ചിരുന്ന നമ്മൾക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ മൂലം കിടക്കുന്നത് ഈ രാജ്യത്തിനെ ഇത്രമാത്രം അധിനിവേശ ശക്തികൾ വന്ന് ആക്രമിച്ചിട്ടും തലയിൽ കയറിയിരുന്ന് നിരങ്ങിയിട്ടും ഇന്നും തമിഴ്നാട്ടിൽ പോയി നോക്കി നോക്കൂ, രാവിലെ ഒരു കോലം മറിക്കാതെ ഒരു ദിവസം തുടങ്ങില്ല. അപ്പോൾ തൊടാൻ പറ്റുന്നില്ല എന്നാണ്, ഈ സംസ്കാരത്തിന് ഒരാൾക്കും തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നശിപ്പിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ആചാരങ്ങളിലാണെന്നും കാവുകളിലാണെന്നും ക്ഷേത്രങ്ങളിലാണെന്നും നദികളിലാണെന്നും പ്രകൃതിയിലാണെന്നും വീട്ടിലിരിക്കുന്ന ഭുവനേശ്വരിയിലാണെന്നും കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മുടെ ഭക്ഷണ സമ്പ്രദായങ്ങളിലാണെന്നും വേഷ വസ്ത്രവിധാനങ്ങളിലാണെന്നും നമ്മുടെ ആരോഗ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഓരോന്നിനും തകർക്കാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ മലവിളിച്ചൊല്ലുകൾ, കേരളത്തിൽ ഓരോ മലയ്ക്കും മലവിളിച്ചൊല്ലുണ്ട്. ഇന്ന് നമ്മൾ ആ മലവിളിച്ചൊല്ലെല്ലാം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പല മലകളും കാണാനില്ല. കാരണം ആ മലകളെ മാന്തി മാറ്റിയിട്ട് അതെവിടെ കൊണ്ടിട്ടിട്ടു എന്ന് വെച്ചാൽ വലിയ കുളങ്ങൾ തൂർക്കാനിട്ടു. കുളവും ദേവതയായിരുന്നു, നദികളെല്ലാം ദേവതയായിരുന്നു. നദികളിലേക്കാണ് എല്ലാ വേസ്റ്റും കടത്തി വിടുന്നത്. ഇതിനെ തടയാൻ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. അപ്പോൾ ഒരു ദേവതയുടെ ശരീരത്തിലേക്ക് ഏറ്റവും നല്ല ശുദ്ധമായ ദ്രവ്യം മാത്രം കൊടുക്കേണ്ട, അപ്പോൾ നെയ്യ്, പാല് തുടങ്ങിയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ അർപ്പിക്കേണ്ട ദേവതയുടെ മുകളിലേക്ക് ഹോട്ടലിൽ വേസ്റ്റ് ഒഴുക്കുന്നു, അല്ലെങ്കിൽ കക്കൂസിലെ മാലിന്യം ഒഴുക്കുന്നു പറയുമ്പോൾ എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കിക്കോ. എന്നിട്ട് തിരുനാവായിലെ മഹാമാഘം നടക്കുന്ന സമയത്ത് ഭാരതപ്പുഴയിൽ പൂക്കൾ വലിച്ചെറിഞ്ഞ് മാലിന്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ആക്രോശിക്കുക. ഇപ്പുറത്തുള്ള ഈ വക പെരിയാറിലെ ആ പുഴ മുഴുവൻ നശിപ്പിച്ചതിന് ഒരു വിഷമമില്ല കേട്ടോ ആർക്കും. പക്ഷേ തിരുനാവായിൽ ഒരു പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ അപ്പോൾ വളരെ വ്യക്തമാണ്, കാവുകൾ നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും പള്ളികൾ നശിപ്പിക്കണമെന്നോ ചർച്ച നശിപ്പിക്കണമെന്നോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ. എന്താ പറയാത്തത്? ആരാധനയാണ് പ്രശ്നമെങ്കിൽ, വിശ്വാസം അന്ധവിശ്വാസമാണെങ്കിൽ ഇതെല്ലാം അന്ധവിശ്വാസമല്ലേ? അപ്പോൾ തകർക്കേണ്ടത് എല്ലാ ദേവാലയങ്ങളും തകർക്കണം, എല്ലാ പ്രാർത്ഥനാലയങ്ങളും തകർക്കണമെങ്കിൽ ഇതെല്ലാം തകർക്കണം. പൂണൂൽ പൊട്ടിച്ചെറിയുന്നത് പോലെ എല്ലാ കുരിശും വലിച്ചെറിയണം, എല്ലാ മുസ്ലിം തൊപ്പികളും വലിച്ചു കളയണം. അത് പറയുന്നില്ലല്ലോ. കുറി തൊടുന്നതിലും കുങ്കുമം തൊടുന്നതിലും ദ്വേഷം ധരിക്കുന്നതിലും മാത്രമല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് വളരെ വ്യക്തമല്ലേ? ഒരു സംസ്കാരത്തിനെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു ഒരു ഉദ്ദേശം വളരെ വ്യക്തമാണ്. അതിന് പല പേരിട്ട് വിളിച്ചിരുന്നുള്ളൂ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ വിപ്ലവം, ചിലർ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പലരും സത്യസന്ധരായിരുന്നു എന്നുള്ളതാണ് വേറെ സങ്കടകരമായ അവസ്ഥ. 70-80 വയസ്സാകുമ്പോഴാണ് നമ്മൾ ചതിക്കപ്പെട്ടു തിരിച്ചറിഞ്ഞത്. ഞാനൊക്കെ കുറച്ച് നേരത്തെ തിരിച്ചറിഞ്ഞ് പുറത്തിയാടിയ ആളാണ്. നമ്മളെ തന്നെ, അതായത് എൻ്റെ അമ്മയെ കൊല്ലാനും എൻ്റെ കുടുംബം തകർക്കാനും എൻ്റെ സംസ്കാരം തകർക്കാനും ഇവർ ഭംഗിയുള്ള നമ്മളെ ആകർഷിക്കുന്ന പല പേരുകൾ ചാർത്തിക്കൊണ്ട് വരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പുറത്തിയാടിയതാണ്. ചേട്ടൻ്റെ എഴുത്തുകൾ ഞാൻ വായിക്കുന്നതിനിടയ്ക്ക് കാവുകളെ പറ്റിയിട്ട് ഇങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ നെംടോണ എന്ന് പറഞ്ഞ് ഒരു ദേവതയും അതിനോടനുബന്ധിച്ചുള്ള കാവുകളുടെ സംസ്കാരവും, നെംടോണ കാവിൻ്റെ അമ്മയാണ്, അവിടുത്തെ കാവിൻ്റെ അമ്മയാണ്. പക്ഷേ ഈ പറയുന്ന ഓർഗനൈസ്ഡ് റിലീജിയനുള്ളിൽ വന്നതിന് ശേഷം ഇത് പേഗനാണ്, ഇത് പ്രാകൃതമാണെന്ന് പറഞ്ഞ് അവിടെയും ഇത് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് തന്നെ ആഫ്രിക്കയിൽ ബാക്കിയുള്ള ധാരാളം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, ജപ്പാനിൽ, ആഫ്രിക്കയിൽ, അങ്ങനെ ധാരാളം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ ഇത്
ലോകം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അധിനിവേശം, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അധിനിവേശത്തിന്റെ പങ്ക് തന്നെയാണ്. അതിൽ എനിക്കൊരു സംശയം തോന്നുന്നില്ല. നമ്മൾ വായിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പൊ പ്രാകൃതമായ ഇടയിൽ ഞാൻ ചോദിക്കുന്നത്, പ്രാകൃതമായ ആ ദേവതയെ എടുത്തു കളഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ഇപ്പോൾ വളരെ ആധുനികമായി വളരെ സന്തോഷമായിട്ടാണല്ലോ ജീവിക്കുന്നത്. അല്ല, വളരെ കഷ്ടമാണ്. അപ്പൊ അവിടെ വന്നത് പ്രാകൃതമാണോ, വന്നു ചേർന്നത് പ്രാകൃതമാണോ? അല്ല അല്ല, ഇപ്പൊ വന്നു ചേർന്നത് പ്രാകൃതമാണ്. അപ്പൊ പഴയതാണോ പ്രാകൃതം, ഇപ്പൊ ഇപ്പൊ വന്നതാണ് ശരിക്കും പ്രാകൃതം. നമ്മുടെ മുമ്പിൽ കിടക്കില്ലേ ലോജിക്ക് തെളിവ് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഇത് ഇപ്പൊ ചേട്ടൻ്റെ എഴുത്താണ് സത്യം പറഞ്ഞാൽ അതിനൊരു ഫ്യൂലായത്, ഒരു ഊർജം തന്നത്. കുറച്ച് നോക്കി വന്നപ്പോൾ ബോട്സ്വാന, ജർമ്മനി, ഫ്രാൻസ്, പിന്നെ സ്പെയിനിൽ മാരി എന്ന് പറയുന്ന ഒരു അമ്മ ദൈവം, ഇതിനെപ്പറ്റിയൊക്കെ വായിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായി. എല്ലാവരും വായിക്കുമെന്ന് കരുതുന്നു ഇനി അതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്മയിലേക്ക് തിരിച്ചു വന്നാൽ, നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുലദേവത ആചാരത്തിൽ ഭുവനേശ്വരി സങ്കല്പം ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ കണ്ടുവരുന്നതാണ്. വളരെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ അന്നപൂർണേശ്വരിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ മച്ചിനകത്ത് അമ്മ, വീടിനകത്ത് അമ്മ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഭുവനേശ്വരി, ഭദ്രകാളി ഒക്കെയാണ്. ഭുവനേശ്വരി സങ്കല്പത്തെ പറ്റി ഒന്ന് പറയാമോ? ഭുവനേശ്വരി സമ്പ്രദായം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വീട്ടിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വീട്ടിലൊന്നും ഉണ്ടായിരുന്നതല്ല ഇത്. നമ്മൾ മക്കളെ എവിടേക്കെങ്കിലും സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ അന്യനാട്ടിലേക്ക് ജോലി അന്വേഷിച്ച് പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനത്തിന് പോവുകയാണെങ്കിലും, ആ വീട്ടിലെ അമ്മ, ശരിക്കും ജീവിച്ചിരിക്കുന്ന അമ്മ, അമ്മയെ എൻ്റെ ഉണ്ണിയെ കാത്തോളണേ എന്ന് പറഞ്ഞുള്ള ഒരൊറ്റ വിളിയിൽ ഈ കുട്ടിയുടെ കൂടെ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ആ കുട്ടിയെ സംരക്ഷിച്ച് വീട്ടിലുള്ളവരെയും അതുപോലെ സംരക്ഷിച്ച് നിന്നിരുന്ന ഒരു ദേവത എല്ലാ വീട്ടിലുണ്ടായിരുന്നു. ഇതിന്റെ പേരാണ് ഭുവനേശ്വരി എന്ന് പറയുന്നത്. ഈ ഇടയിൽ ചോദിക്കുന്നത്, ദശമഹാവിദ്യയിൽ ഒരു ഭുവനേശ്വരി പറ്റി പറയുന്നുണ്ടല്ലോ, ആ അമ്മയും അമ്മയും അമ്മ ഒന്ന് തന്നെയാണ്. നവരാത്രികളിൽ ദേവിയുടെ 9 ഭാവങ്ങൾ പറയുന്നുണ്ട്. അത് കുഞ്ഞായിരുന്ന സതീദേവിക്ക് ശേഷം ശരീരമെടുത്ത പാർവതി, കുഞ്ഞായിരുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ കളിച്ചിരിച്ച് നടന്നിരുന്ന ഒരു പാർവതി, പിന്നീട് നാരദൻ എന്ന് പറയുന്ന ഗുരു, ഇങ്ങനെ ഒരാളുണ്ട്, നീ അവിടെ എത്തേണ്ടവളാണ് എന്ന് പറഞ്ഞ് മഹാദേവനെ മനസ്സിലേക്ക് വിത്തിട്ട് കൊടുക്കുന്ന ഒരു ഗുരുവായിട്ട് നാരദൻ വരുന്നുണ്ട്. പിന്നെ തപസ് ചെയ്യാൻ പോകുന്ന ഒരു പാർവതി, ശൈലപുത്രി എല്ലാം കഴിഞ്ഞ് ബ്രഹ്മചാരിണി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മഹാദേവൻ തന്നെ വന്ന് പരീക്ഷിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിനു മുമ്പേ ബ്രഹ്മാവ് വന്നിട്ട് തപസ് തുടരാൻ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഗുരു വന്ന് ഈ പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. അതിനുശേഷം മഹാദേവൻ തന്നെ വന്ന് പരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം വിവാഹത്തിന് ശേഷം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിനക്ക് ഇവരെല്ലാം നേരിടാൻ കഴിയുമെന്ന് മഹാദേവൻ പറഞ്ഞ് ഇവരോട് യുദ്ധം ചെയ്യുന്ന പാർവതിയുണ്ട്. അങ്ങനെ മഹാദേവനിലേക്ക് ചേരുന്ന, അർദ്ധനാരീശ്വര ഭാവത്തിലേക്ക് ചേരുന്ന സഹസ്രാര പത്മത്തിലെ ആ താമരയിൽ രണ്ടുപേരും കൂടി ആനന്ദത്തോടെ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ യാത്രയെക്കുറിച്ചാണ് നവരാത്രികൾ പറയുന്നത്. ദശമഹാവിദ്യ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ പല ഉദ്ദേശങ്ങൾക്ക് ഉപയോഗിക്കും. ഇത് നമ്മളെ പ്രകൃതിയിലുള്ളതാണ്. നമ്മൾ അതിനോട് ചേർന്ന് നിന്നാൽ തന്നെ നമ്മൾക്ക് ആനന്ദം കിട്ടുന്ന ദശമഹാവിദ്യ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗ പദ്ധതിയിലേക്ക് വരികയാണ്. അതായത് ഈ ദേവതയെ നമ്മൾ എടുത്ത് അതിനെ ഇങ്ങനെ ആരാധിച്ച് ഇന്ന ഉദ്ദേശത്തിൽ ഉപാസന നടത്തി എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. അതിൽ ഏറ്റവും ഉത്തമവും ഉദാത്തവും ശ്രേഷ്ഠവുമായ 4ാമത്തെ ദേവതയാണ് ഭുവനേശ്വരി എന്ന് പറയുന്നത്. ഭുവനങ്ങളുടെ മുഴുവൻ അമ്മയാണ്, ഭവനത്തിൻ്റെയും അമ്മയാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും അമ്മയാണ്, ത്രിമൂർത്തികളുടെ അമ്മയാണ്, നാഗങ്ങളുടെയും പിതൃക്കളുടെയും അമ്മയാണ്. ശാന്തഭാവമാണ്. പ്രധാനമായിട്ട് കേരളത്തിലെ ഭുവനേശ്വരി എന്ന് പറയുന്നത് അങ്ങനെ ദുഷ്കർമ്മങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്ന ദേവതയല്ല, സരസ്വതിയോട് വളരെയധികം സാമ്യമുള്ള സങ്കല്പമാണ്. അപ്പോൾ നമ്മൾക്ക് ഐശ്വര്യം തരും, ധനസമൃദ്ധി തരും, അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. ശത്രുവിനെ നേരിടുക എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ശത്രുത്വം വരാതെ നോക്കും, ആദ്യത്തെ അടിയൊക്കെ തടയും, പക്ഷെ യുദ്ധഭാവമല്ല. അത്യാവശ്യം ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ മോശം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നൊരു ദേവതയല്ല, ശാന്തമാണ്. നമ്മൾക്ക് വേണം, ഒരു വീടിന് എന്താണ് വേണ്ടത്? ശാന്തി വേണം, സമാധാനം വേണം, പുറത്തുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, ഐശ്വര്യം വേണം. പശു ഉണ്ടെങ്കിൽ ധാരാളം പശുക്കൾ ഉണ്ടാവണം, അതിൻ്റെ പശുവൊക്കെ സ്വഭാവം വേണം, പരമ്പര ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം, കൃഷി തുടങ്ങിയ എല്ലാ സാധനവും ഉണ്ടാവണം. ഇതിന് വേണ്ട ഒരു ദേവതയായിരുന്നു ഭുവനേശ്വരി. അതിന് പ്രത്യേകിച്ച് ഒരുപാട് പദ്ധതികളൊന്നും ആവശ്യമില്ല. അതായത് വിളക്ക് വെച്ച് അമ്മയെ ഭുവനേശ്വരി എന്ന് പറഞ്ഞ് വിളിച്ചാൽ തന്നെ ആ അമ്മ അവിടെ സാന്നിധ്യമാകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഭുവനേശ്വരി സമ്പ്രദായത്തിൽ എവിടെയും തന്നെ പീഠമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷ്ഠ പൊതുവേ കാണാറില്ല. കാരണം ഭുവനേശ്വരിക്ക് അങ്ങനെ ഒരു രൂപത്തിൻ്റെ ആവശ്യമില്ല. അമ്മയുടെ രൂപം നമ്മൾ വർണ്ണിക്കാറില്ല. എൻ്റെ അമ്മ മെലിഞ്ഞിട്ടാണ്, എൻ്റെ അമ്മ തടിച്ചിട്ടാണ് നമ്മൾ പറയാറില്ല. അതെൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയാണ്. കോങ്ങനുണ്ടെങ്കിലും പതില് പൊന്തിയതാണെങ്കിലും ഒന്നും എനിക്ക് വ്യത്യാസമില്ല, എൻ്റെ അമ്മയാണ്. അപ്പോൾ അതുപോലെ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് ചിലപ്പോൾ വേറെ ആൾ നോക്കുമ്പോൾ അമ്മായി അമ്മയായിരിക്കും, ഇപ്പുറത്ത് നോക്കുമ്പോൾ എഴുത്തിയായിരിക്കും, അമ്മായി ആയിരിക്കും, ഇതൊക്കെ. പക്ഷേ വേറെ ആരുടെയൊക്കെയോ അമ്മയാണ് അത്. അപ്പം അമ്മ എന്ന വിളിയിൽ ഇതെല്ലാം ഒതുങ്ങും എന്നതുകൊണ്ട് ഇതിൻ്റെ വ്യത്യസ്തമായ രൂപഭാവങ്ങളാണ് മറ്റു ദേവതകൾ എന്നുകൊണ്ടും അതിലേക്കൊന്നും പോകണ്ടാത്ത ലളിത ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്ക് എല്ലാവർക്കും വേണ്ട ഒരു ദേവതയായിരുന്നു ഭുവനേശ്വരി. അപ്പോൾ
ഈ ഭുവനേശ്വരിയുടെ ഒരു സങ്കല്പമുള്ള വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്നു, പുലർച്ചയ്ക്ക് വിളക്ക് വയ്ക്കുന്നു. അമ്മയെന്ന് വിളിക്കുന്നു, കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടാവും, അമ്മയ്ക്ക് കുടിക്കാനുള്ളതാണ്. ഒരു പക്ഷേ അവിലോ മലരോ ശർക്കരയോ മുന്തിരിയോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അന്നുണ്ടാക്കി രാവിലത്തെ ചോറ് വരെ വയ്ക്കാം, കഞ്ഞി വയ്ക്കാം. നമ്മൾ കഴിക്കുന്ന എന്തും ശുദ്ധമായതാണെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത്. കാരണം അമ്മ നമ്മുടെ കൂടെ കഴിയുന്ന ആളാണ്, അമ്മയ്ക്ക് ശുദ്ധാശുദ്ധങ്ങളില്ല. അപ്പോൾ വീട്ടിലൊരു സ്ത്രീ മെൻസസ് പീരീഡ് ആയിക്കഴിഞ്ഞാലും അമ്മയ്ക്ക് അശുദ്ധിയൊന്നും വരില്ല. വില വന്നാലും അമ്മയ്ക്ക് അശുദ്ധി വരില്ല. നമ്മൾക്ക് വരുന്നതെല്ലാം അമ്മയ്ക്കും വരും. എന്നുവെച്ചാൽ നമ്മളൊരു വില ആചരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നമുക്ക് തുളസിയിട്ട വെള്ളം കൊണ്ടൊന്ന് തെളിച്ചാൽ അമ്മ ശുദ്ധമാവും. ചില വീടുകളിൽ ഈ കന്നിമുല്ലയിൽ വരുന്ന മാസ്റ്റർ ബെഡ്റൂമിന്റെ മുകളിൽ തന്നെ ആ മച്ചിൽ തന്നെ ഞാൻ ചില തറവാടുകളിൽ കണ്ടിട്ടുണ്ട്, ആ മച്ചിനകത്ത് ആരാധിക്കുന്നത്. അപ്പൊ അവിടുത്തെ സ്ത്രീകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ശുദ്ധം പ്രശ്നമാണോ, അത് ഞങ്ങളുടെ റൂമാണ്, അങ്ങനെ പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ പറയുമ്പോഴാണ് അതിന്റെ ശുദ്ധവും വൃത്തിയില്ല നമ്മുടെ അമ്മയല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി മെൻസസ് ആയിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മ ഇവളെ പിടിച്ച് പുറത്താക്കുവോ, അതോ എന്റെ മോള് ക്ഷീണത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വയറ് വേദനിക്കുന്നു, റെസ്റ്റ് എടുക്കാൻ പറയും. വയറ് വേദനിക്കുന്നു, ചിലപ്പോൾ അമ്മ കൂടെ പോയി കിടന്നിട്ട് ആ കുട്ടി തട്ടി ആശ്വസിപ്പിക്കില്ലേ, അതോ മാറി കിടക്കുക ശുദ്ധാക്കണ്ടെന്ന് പറയും അമ്മ? ഇല്ല, കൂടെ തന്നെ. അപ്പൊ അത്രേ ഉള്ളൂ സങ്കല്പം. ഭുവനേശ്വരിക്ക് ശുദ്ധാശുദ്ധങ്ങളില്ല. വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന എല്ലാതും ഭുവനേശ്വരിയും ബാധിക്കും. സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് എൻ്റെ മക്കളാണ് എന്ന സങ്കല്പം അമ്മയ്ക്കുണ്ടാവുന്നത്, എൻ്റെ അമ്മയാണ് എന്ന സങ്കല്പം നമ്മൾക്കുണ്ടാവുമ്പോൾ അതിന് പകരം മുകളിലിരിക്കുന്ന ദേവതയാണ്, മാറി നിൽക്കുന്ന ദേവതയാണ്, അതിന് ശുദ്ധങ്ങളുണ്ടെന്നൊക്കെ സങ്കല്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്. ഇപ്പൊ ക്രിസ്ത്യൻ മതം ഇവിടെ വന്ന് അതിൻ്റെ കഥകളെല്ലാം കേട്ട് പഠിക്കുന്നത് വരെയും സെക്സ് പാപമല്ല ഭാരതത്തിൽ. മറ്റേ ചെറുത്തൻ ആപ്പിളായിട്ട് വന്നിട്ടുള്ള കഥ നമ്മുടെ മനസ്സിൽ കയറിയതിനു ശേഷമാണ് സെക്സ് പാപമാവുന്നത്. ഈ ഗേൾസ് ബോയ്സ് ഹൈസ്കൂൾ വന്നത് ഈ ബ്രിട്ടീഷുകാരുടെയും ക്രിസ്ത്യാനിറ്റിയുടെയും വരവോടെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനു മുമ്പ് അങ്ങനെ ഒരു പിരിവുണ്ടായിരുന്നില്ല. നമ്മുടെ ഗുരുകുലങ്ങളിലെങ്ങും പുരുഷനും സ്ത്രീ എന്നുള്ള പിരിവുണ്ടായിരുന്നില്ല, രണ്ടുപേരും ഒരേപോലെ വിദ്യ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ഇവിടെ സ്ത്രീകളെ ബഹുമാനിച്ചിരുന്ന, ആരാധിച്ചിരുന്ന, വളരെ ആദരവോടുകൂടി കൈകാര്യം ചെയ്തിരുന്നൊരു സംസ്കാരമായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നു. ആയിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ, ആണെന്നല്ല പറഞ്ഞത്, ആയിരുന്നു. കാരണം വേണമെങ്കിൽ വെറുതെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയോളൂ. വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളെ എണ്ണെടുത്തോളൂ, ശിവന്റെ ക്ഷേത്രങ്ങളെ എണ്ണെടുത്തോളൂ, ദേവിയുടെ ക്ഷേത്രങ്ങളെ എണ്ണെടുത്തോളൂ. ഏതാണ് കൂടുതലുണ്ടാവുക? ദേവിയുടെയാണ്. സ്വാഭാവികമായിട്ട് ആ ദേവിക്ക് പ്രാധാന്യമുണ്ടെന്ന് വളരെ വ്യക്തമാണ്. നമ്മൾ പാർവതി പരമേശ്വരൻ എന്നാണ് പറയുന്നത്. പരമേശ്വരൻ്റെ ഭാര്യ പാർവതി എന്ന് പറയാറില്ല. രാധാമാധവൻ എന്നാണ്, മാധവന്റെ കാമുകി അല്ലെങ്കിൽ കൂട്ടുകാരി രാധ എന്ന് നമ്മൾ പറയാറില്ല. അപ്പം അതുപോലെ തന്നെ എല്ലാവരുടെ പേരിൻ്റെ കൂടിയും ശ്രീരാമന്റെ കാര്യം പറയുന്നത് സീതാരാമൻ എന്നാണ് പറയുന്നത്. ശ്രീരാമന്റെ ഭാര്യ സീത നമ്മൾ പറയാറില്ല. അപ്പം പ്രാധാന്യം പെണ്ണിന് തന്നെയാണ്. ഇവിടുത്തെ പെണ്ണാടിനെ കൊല്ലുമായിരുന്നില്ല, പശുവിനെ കൊല്ലുമായിരുന്നില്ല, എരുമയെ കൊല്ലുമായിരുന്നില്ല. എന്താവശ്യത്തിനും ബലികൾക്ക് കൊല്ലില്ല, കഴിക്കാൻ കൊല്ലില്ല, പൂത്തു നിൽക്കുന്ന മരം പോലും മുറിക്കാത്ത ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തകിടം മറിച്ചത് ഈ പറയുന്ന പോർച്ചുഗീസും ഡച്ചും ബ്രിട്ടീഷും ഫ്രഞ്ചും എല്ലാവരും വന്നതാണ്. അതിനുശേഷം ഇസ്ലാം അധിനിവേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള ഇപ്പോഴത്തെ മുസ്ലിം അല്ല, അല്ലാത്ത രീതിയിൽ അറബി എല്ലാവരും അവരുടേതായ രീതിയിൽ നല്ലത് കലർന്നിട്ടുണ്ട്. അതിനേക്കാളേറെ ഏറ്റവും ഇപ്പൊ പാലാണ് പെട്ടെന്ന് കേടുവരിക എന്ന് പറയുന്ന പോലെ ഇവിടെ പാലായിരുന്നു. അപ്പോൾ വന്നവരെല്ലാം അവരുടേതായ രീതിയിൽ എന്തെങ്കിലും കിട്ടിയിട്ട് അത് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് ഭുവനേശ്വരി അമ്മയെ പറ്റി പറയുമ്പോൾ അമ്മ ഒരു യുദ്ധ സന്നദ്ധയായ ദേവതയല്ല എന്ന് പറഞ്ഞു. പലയിടത്തും ഭുവനേശ്വരി അമ്മ ഉള്ളിടത്ത് തന്നെ പുറത്ത് ചിലപ്പോൾ ഭദ്രാളിയെ കാണാം. ഈ യുദ്ധസന്നദ്ധത ചില വീടുകളിൽ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആവശ്യം വരുമല്ലോ. അതിലേക്കാണോ ഭദ്രാളി ആ സങ്കല്പത്തെ കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങനെ തന്നെയാണ്. അതായത് ഭുവനേശ്വരി ഞാൻ പറഞ്ഞു, സാധാരണ വീടുകളിൽ ഭുവനേശ്വരി ചെറിയൊരു വീടാണ് ചെറിയ. അപ്പോൾ അവിടെ നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ ഒരു വീട് ഒരു വലിയൊരു തറവാടായി മാറുകയും അതല്ലെങ്കിൽ അവർ സാമ്പത്തികമായ ഉയർന്ന ഒരവസ്ഥ, സമൂഹത്തിൽ വലിയ അവസ്ഥയിലാണെങ്കിൽ രണ്ടാം നില വരും. അപ്പം മച്ചു വന്നു. മച്ചു വരുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ കൂടി അവരുടെ ആശ്രിതർ കൂടി, വീട്ടുകാർ മാത്രമല്ല അവരുടെ പണിക്കാരെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ ദേവതയ്ക്ക് വരുന്ന സമയത്താണ് ഇതിൻ്റെ പൊസിഷൻ മാറുന്നത്. അപ്പോഴാണ് മച്ചിലെ ഭഗവതി എന്ന് പറയുന്നത്, മച്ചുള്ള വീട്ടിലെ ഭഗവതി. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 100% ഇതാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കേൾക്കുന്നവരോട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ മച്ച് വരുന്ന സമയത്ത് അതിൻ്റെ പ്രൗഢി കൂടി, മച്ചിലെ ഭഗവതി. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ അമ്മയെന്ന് വിളിച്ചാൽ പോരാത്ത അവസ്ഥ വരും. കൃത്യമായി കുറച്ചും കൂടി ആൾക്കാരെ സംരക്ഷിക്കേണ്ട ആവശ്യം വരുമ്പോൾ അതിന് ശക്തി കൂടുതൽ വേണം. അപ്പോൾ അതിന് ഒരു പ്രത്യേക കാരണവർക്ക് ഇന്ന ദ്രവ്യം, ഇന്ന ആരാധന തുടങ്ങിയുള്ള സമ്പ്രദായങ്ങൾ വരുമ്പോൾ ഭുവനേശ്വരിയുടെ മുമ്പിലേക്ക് എല്ലാവരും കടന്നു ചെന്ന് ആരാധിച്ചിരുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല മച്ചിലെ ഭഗവതിക്ക്. അപ്പോൾ അവിടെ ചിലപ്പോൾ ആ വീട്ടിലൊരു കാരണവരായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. എല്ലാവർക്കും പ്രവേശനമുള്ളത് കൊല്ലത്തിലൊരിക്കലേക്കാവാൻ സാധ്യതയുണ്ട്. ഇനി ആ വീട്ടിലൊരു കളരി സമ്പ്രദായം ഉണ്ടെന്ന് വിചാരിക്കാം. കളരി എന്തിനാണ് വരുന്നത്? ആയോധന കല പഠിക്കുന്നത് എന്തിനാണ്?
എതിർ ശത്രുക്കൾ വരുമ്പോൾ അതിനെ തടയണം. അല്ലാണ്ട് കൊല്ലണം എന്ന് നമുക്ക് ഉദ്ദേശമില്ല, തടയണം. സംരക്ഷണം, സ്വത്ത് സംരക്ഷണം, ശത്രുക്കൾ വരുന്ന തടയണം, അങ്ങനെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആയുധ പരിചയവും മറ്റേ പരിശീലനമൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ദേവത വരണം. അവിടെയാണ് കളരി ഭദ്ര വരുന്നത്. അപ്പോൾ ഭദ്രകാളി എന്ന് പറയുന്നത് വീടിനകത്തിരുത്തുന്നവരുണ്ട്, വീടിന് പുറത്തിരുത്തുന്നവരുണ്ട്. ഇനിയിപ്പോൾ വടക്കേതിൽ എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു, ചെറിയ വീടായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് തലമുറ ഉണ്ടായി, 120 തെക്കേ വടക്കേതിൽ കുടുംബം ഉണ്ടായെന്ന് വിചാരിക്കുക. ഇവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു കുടുംബദേവത എന്ന സങ്കല്പത്തിൽ ഈ ദേവത തന്നെ കുറച്ചുകൂടി പ്രൗഢിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. അപ്പൊ അവിടെ ക്ഷേത്ര സങ്കല്പമായി. ഈ പറഞ്ഞ ശുദ്ധാശുദ്ധങ്ങളൊക്കെ അവിടെ ബാധകമാണ് എല്ലാം. അപ്പൊ അതൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നർത്ഥം. ഇനി ഒരു രാജാവ് തന്റെ ദേശത്തിനെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ദേവതയെ തീരുമാനിച്ച് ദേശത്തിലെ എല്ലാവരോടും കൂടി പറയുകയാണെങ്കിൽ ഇതാണ് ദേശദേവത, ഇത് നിങ്ങളുടെ ദേവതയായിട്ട് ആരാധിക്കണമെന്ന് പറയുമ്പോൾ അത് ദേശദേവതയാവാം, തട്ടകത്തിലെ ദേവിയാവാം, ഗ്രാമദേവതയാവാം. അങ്ങനെ ഇതിന്റെ ഗ്രേഡ് മാറി മാറി വരുന്നതാണ് ഇതിന്റെ സമ്പ്രദായങ്ങൾ വരുന്ന മാറ്റം, നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്കൊരു കടുത്ത ആഭിചാരം നേരിടുന്നുണ്ട് എന്ന് വിചാരിക്കുക. എന്ത് വിചാരിച്ചാലും തടയാൻ പറ്റുന്നില്ല, എങ്ങനെയും കയറി വരികയാണ്. എന്നുവെച്ചാൽ ഭുവനേശ്വരി ഒരു ശാന്തഭാവമാണ്. ഭദ്രകാളിയും ഈ കളരികളെല്ലാം സംരക്ഷിക്കുന്നതാണ്. അതിനും അപ്പുറത്തേക്ക് നമുക്കൊരു ഗംഭീര ദേവതയെ വേണമെങ്കിൽ നമ്മൾ പോയിട്ട് ഉപാസന നടത്തി കല്ലടിക്കൂടൊക്കെ പോയിട്ട് ചിലപ്പോൾ ഒരു മാന്ത്രിക ദേവതയെ നമ്മൾ എടുത്തു കൊണ്ടുവരും. അപ്പം അതിനെ അതിദേവത എന്നോ ഒക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങളനുസരിച്ച് ദേവത തിരിച്ച് നമ്മൾക്ക് എന്ത് തോന്നുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇവിടെ തന്നെ അങ്ങയുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ പലയിടത്തും അന്നപൂർണേശ്വരിയെ കൂടെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വയലും ഇതൊക്കെ ഉള്ള പുഞ്ചയൊക്കെ ഉള്ള വീടുകളിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു. അതേപോലെ പല നമ്മുടെ കുലദൈവ ആരാധനയുടെ അടുത്തും അങ്ങ് പറഞ്ഞ പോലെ ഈ കാരണവർമാരായിരിക്കുമല്ലേ സൈഡിൽ വേറെ ഉപദൈവങ്ങളായിട്ട് വരുന്നത്, മുത്തപ്പനായിട്ടും യോഗീശ്വരനായിട്ടും ഒക്കെ വരുന്നത്. മന്ത്രമൂർത്തി എന്ന് പറയും, ഗുരുക്കന്മാർ, ഗുരുപീഠം എന്ന് പറയും, ഗുരുമുത്തച്ഛൻ എന്ന് പറയും, കുത്തപ്പൻ എന്ന് പറയും, അങ്ങനെ പല പല പേരുകൾ അറിയപ്പെടുന്നു. നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് വരുന്ന ആ തലമുറ തന്നെയാണ്. 2 സമ്പ്രദായങ്ങളുണ്ട്. അതായത് ഒരു ഉപാസകൻ ഒരു പ്രത്യേക ഉദ്ദേശം തൻ്റെ കുടുംബത്തിനെ മൊത്തം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ദേവതയെ ഉപാസിച്ചു കൊണ്ടുവന്നാണ്. അതിന് പരദേവത എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിനെ കൂടി സാന്നിധ്യമുള്ള വേറെ പീഠം വയ്ക്കാറുണ്ട്. ദേവതയുമായി കലർന്നാണ് നിൽക്കുന്നത് എന്ന സങ്കല്പത്തിൽ ഒരു പീഠത്തിൽ തന്നെ ഇരുത്തുന്നതും ഉണ്ട്. 2 പേരും, ദേവതയും അദ്ദേഹത്തെ. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മറ്റേ ഗ്രന്ഥം, രുദ്രാക്ഷം, ഒരുപക്ഷെ ചൂരൽ, വെള്ളിയെട്ടിയ ചൂരലുണ്ടായിരിക്കാം. അദ്ദേഹം ജ്യോതിഷിയായിരുന്നെങ്കിൽ മറ്റേ കവടി സഞ്ചി ഉണ്ടായിരിക്കാം. അദ്ദേഹം നല്ലൊരു മുറുക്കൽ മാതങ്കിയൊക്കെ ഉപയോഗിച്ചിരുന്ന ആണെങ്കിൽ മുറുക്കൻ ചെല്ലുണ്ടായിരിക്കും. അപ്പൊ അവർ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ അവിടെ മെതിയടി ഉണ്ടാവാം, അതൊക്കെ നമ്മൾ അവിടെ സംരക്ഷിക്കാം. അപ്പൊ അത് മന്ത്രമൂർത്തി എന്ന് പറയാം. അതായത് ഒരു പ്രത്യേക മന്ത്രത്തിലൂടെ ഒരു ദേവതയെ കണ്ടെത്തി തൻ്റെ കൂടെ കൂട്ടി കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദേവതയെ കൂട്ടിക്കൊണ്ടുവന്ന ആളാണ്. അങ്ങനെ ഒരു സങ്കല്പം വരും. രണ്ടാമത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ കുലദേവത എന്നുള്ള പറഞ്ഞ സങ്കല്പമാണ്. കുലദേവത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനിതകമാണ്. എൻ്റെ അടുത്ത ചോദ്യം കൃത്യമായിട്ട് അവിടെ അമ്മ കൊണ്ടുവന്ന് നിർത്തി. ഈ നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ ഈ ഫെർട്ടിലിറ്റി കേസുകളുടെ പീക്കായിട്ടുള്ള സമയമാണല്ലോ. ഇപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജനിതകാവസ്ഥ പങ്കെടുത്ത തന്നെ എഴുത്തുകളിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതും ഈ അമ്മമാർ നമ്മളെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കുലദേവ സമ്പ്രദായം എന്ന് പറയുന്ന സാധനം കൗളമാർഗമല്ല കേട്ടോ. കുലാചാരവും കൗളമാർഗവും രണ്ടാണ്. കൗളമാർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം അന്വേഷിച്ചിട്ടുള്ള സമ്പ്രദായ യാത്രയാണ്. കുലാചാരം എന്ന് പറഞ്ഞാൽ ആ കുലം ആചരിക്കേണ്ടതായിട്ടുള്ള വിധികളാണ്. ധാർമ്മികമായ ജീവിതത്തിന് എന്തൊക്കെ വേണം, ഈ ദേവത നമ്മൾക്ക് കൂടെ നിൽക്കാൻ എന്തൊക്കെ വേണം. സമൃദ്ധിയുടെ ദേവതയാണ്, ഈ പറഞ്ഞ ഫെർട്ടിലിറ്റിയുടെ ദേവതയുമാണ്. പരമ്പരകളെല്ലാം ഉണ്ടാക്കുന്നതും കാത്തുരക്ഷിക്കുന്നതും വളർത്തി വലുതാക്കുന്നതും ഒക്കെ ഇതാണ്. അത് തുല്യമാണ് അനുഗ്രഹകലയും നിഗ്രഹകലയും. അപ്പോൾ അനുഗ്രഹകല ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാവും. നിഗ്രഹകലയാണ് വളരുന്നതെങ്കിൽ കുലം മുടിഞ്ഞു പോകും. അപ്പോൾ ഇത് രണ്ടും ആ ദേവതയിലുണ്ട്. ഇത് DNA-യിലുള്ളതാണ്. ഇത് അതായത് നമ്മൾക്ക് മുൻപ് നമ്മളുടെ അച്ഛനോ അമ്മയോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുമ്പ്, അവർ മരിച്ചെങ്കിൽ അവർ തൊട്ട് അവർക്ക് മുമ്പ്, ഇവരെല്ലാവരും ഈ കുലദേവതാ സമ്പ്രദായത്തിൽ കലർന്നു വരും. അതായത് മൂലമന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും ഒരണ്ടവും ഒരു ബീജവും ചേർന്ന് സൈഗോട്ട് എന്ന് പറയുന്ന ഏകകോശം ഉണ്ടായി, നടുവളർന്ന് 2ആയി, വീണ്ടും നടുവളർന്ന് 4ആയി, 8ആയി, 16ആയി, അങ്ങനെ ഉണ്ടായതാണ് ഓരോ ശരീരവും. അപ്പോൾ അതിൻ്റെ പകുതി അച്ഛനാണ്, പകുതി അമ്മയാണ്. ഇനി നമ്മൾ അതിനെ വീണ്ടും കീറി മുറിച്ച് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയുമാണ്, ഇപ്പുറത്തെ അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയാണ്. അങ്ങനെ 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 പോയാൽ ആദിപിതാവായ മഹാദേവനിലും പരാശക്തിയിലേക്കും എത്തും. അതിനും പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് എത്തും. അതിനും പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ സൂര്യനിലേക്ക് എത്തും.
കാരണം സൂര്യനിൽ നിന്നും ഭൂമി ഉണ്ടായി, ഭൂമിയിലെ ആദ്യ ഗുരുവായ മഹാദേവനുണ്ടായി, പരാശക്തി, അന്നപൂർണേശ്വരി, ഇവർ ചേർന്ന് അർദ്ധനാരീശ്വര സങ്കല്പം, അങ്ങനെ അങ്ങനെ മക്കളുണ്ടായി, അങ്ങനെ 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 വന്നു എന്ന് പറയുന്ന സങ്കല്പത്തിലെത്തും. അപ്പോൾ ഇതൊന്നും ആവാഹിച്ച് മാറ്റാൻ പറ്റുന്ന സാധനമല്ല. കാരണം നമ്മൾ DNA-യിൽ ഇരിക്കുകയാണത്. ജ്യോത്സ്യന്മാർ വന്നിട്ട് കുലദേവതയൊക്കെ നമുക്ക് ആരാധിച്ചാൽ മറ്റേ ആവാഹിച്ച് മാറ്റാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊടുക്കും, പുഴയിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ്? എനിക്ക് മധുരത്തിനുള്ള താല്പര്യം, ഒരു ജ്യോതിഷം എന്നാൽ ആവാഹിച്ച് മാറ്റാൻ നടക്കില്ല. എനിക്ക് നല്ല ഭംഗിയുള്ള പൂവിനെ കണ്ടാൽ എനിക്ക് നോക്കാനുള്ള കൗതുകം, അത് ഇവർക്ക് ആവാഹിച്ച് മാറ്റാൻ പറ്റും. അതെൻ്റെ DNA-യിലുള്ളതാണ്. അപ്പോൾ കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ തലമുറയിൽ ജീവിച്ച എല്ലാവരുടെയും സ്വഭാവങ്ങളാണ്. അവർ കൊണ്ടു നടന്ന സകല ദേവതകളും ഈ DNA-യുടെ കോണിപ്പടിയിലൂടെ എല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ എവിടെയെങ്കിലും ഒരാൾ പിണക്കത്തിലാണെങ്കിൽ, അതായത് നമ്മൾ പിതൃക്കൾക്ക് ബലിയിടാതെ ഏതോ ഒരു പിതൃകോപത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും അലഞ്ഞു തിരിഞ്ഞ് തീർത്ഥാടനത്തിൽ പോയിട്ട് വെള്ളം കിട്ടാതെ മരിച്ച ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അവരെ നമ്മൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഈ കുലദേവതയുടെ കോപത്തിന് കാരണമാവും. അല്ലെങ്കിൽ കോപം എന്നതിനേക്കാൾ നല്ലത് കുലദേവതയുടെ താപത്തിന് കാരണമാവും. അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് ഇവരിയ്ക്കുന്നത്. അവർ തൃപ്തിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തൃപ്തി ഉണ്ടാവും? അവർ സന്തോഷത്തിലല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവും? അപ്പം അതുകൊണ്ട് കുലദേവതയെ ആചരിച്ചേ തീരൂ. അറിയില്ലെങ്കിൽ വെറുതെ രാവിലെ എൻ്റെ കുലദേവതയെ എന്നല്ല, കുലദേവതമാരെ, ഒരുപാട് കുലദേവത ഉണ്ടാവും. എവിടെ നിന്നൊക്കെയോ കലർന്നു വന്നാണ്, എല്ലാ വഴികളിൽ നിന്നും കലർന്നു. ചിലർ ചോദിക്കും, അച്ഛൻ്റെ സമ്പ്രദായത്തിലാണോ ഞാൻ അടുത്തത് ചോദിക്കാൻ പോയായിരുന്നു. അമ്മയുടെ ആചാരം അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഞാനുണ്ടായത് അച്ഛനും അമ്മയും തുല്യമായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ സമ്പ്രദായവും എന്നിൽ വരുന്നുണ്ട്, അമ്മയുടെ സമ്പ്രദായവും വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ ജാതി വ്യവസ്ഥയുടെ ഇതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ മരുമക്കത്തായ അങ്ങനെയൊക്കെ അതായത് ഇപ്പോ ഞങ്ങൾ കെട്ടുറപ്പ് ജാതിയാണ്, അങ്ങനൊരു പ്രയോഗമുണ്ട്. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നായർ കുടുംബങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ സൈഡ് മാത്രം മതി. അവിടെ പുലാചരിക്കുന്നത്, വാലായ്മ ആചരിക്കുന്നത്, ദേവി നോക്കുന്നതൊക്കെ അമ്മ കരുതുന്നതൊക്കെ അമ്മയുടെ സൈഡിലേക്കാണ്. എന്നാൽ വേറെ ഒരു ജാതിയിൽ അങ്ങനെയല്ല, അടുത്ത ജാതിയിൽ വേറെ വരത്തില്ല. ഇപ്പോഴത്തെ ഈ സോക്കോൾഡ് ജാതികളിലാണ് ഈ കൺഫ്യൂഷൻ ഉള്ളത്. കറക്റ്റായിട്ട് അല്ല, ഞാൻ അമ്മയുടെയാണ് നോക്കാൻ, ഞങ്ങൾ നായന്മാരാണ് കൂടുതലായി പറയാറുണ്ട്. ഞാൻ അമ്മയുടെ സമ്പ്രദായം നായന്മാരാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവർ ജനിച്ച ഉടനെ അച്ഛനെ പിടിച്ച് പുറത്താക്കണം പറ്റുന്നത്. കാരണം അച്ഛൻ്റെ ആവശ്യമില്ല എന്ന് അവർ പറയുന്നത്, ഇൻഡയറക്ട്ലി പറയുന്നത് അച്ഛൻ്റെ ആവശ്യമില്ല എന്നാണ്. സൃഷ്ടിക്കാൻ മാത്രമാണ് ഈ അച്ഛനെങ്കിൽ അച്ഛനെ അപ്പത്തിനടുത്ത് പുറത്താകണ്ടല്ലേ. പക്ഷെ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നു, അച്ഛൻ്റെ എല്ലാ സ്നേഹവും സ്വീകരിക്കുന്നു, അച്ഛൻ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും എടുക്കുന്നു, അച്ഛൻ്റെ നന്മകൾ മുഴുവൻ സ്വീകരിക്കുന്നു, അച്ഛൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വരെ സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞാൽ ഐഡന്റിറ്റി ഉള്ളു വന്നല്ലോ. അതെങ്ങനെയാണ് അച്ഛൻ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അച്ഛനും അമ്മയും ഒരുപോലെ ബാധകമാണ്. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം തന്നെ. ശിവനും പാർവതിയും ചേരാതെ ഇതൊന്നും ഉണ്ടാവില്ല. ഇത് തുല്യമാണ്. ഇതൊക്കെ ആചാര്യന്മാർ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്വത്ത് പോലും കുലദേവതയുടെ സ്വത്താണ്. നമ്മൾ കൈകാര്യം ചെയ്യുന്നവർ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ സ്വത്തെല്ലാം പങ്കിട്ടെടുക്കുന്ന ആൾക്കാർ കുലദേവത ഞങ്ങൾക്ക് വേണ്ട, ധർമ്മദേവത ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അവസാനം ആർക്കും വേണ്ടാതെ കുറച്ച് പാറയ്ക്കായിട്ട് കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റിയിരുത്തുന്നതാണ്. എന്ത് തെമ്മാടിത്തരാന്ന് ആലോചിച്ച് നോക്കിയോ. സത്യമാണ്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ അത് ചെയ്യില്ലല്ലോ. അങ്ങനെ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ അച്ഛനും അമ്മയും ആണ് ശരിക്കും എൻ്റെ മൂലം നമ്മുടെ അച്ഛനും അമ്മ തന്നെ ആണല്ലോ, അല്ലെങ്കിൽ അവരുടെ പരമ്പരയാണല്ലോ. ഇതിനെ നമ്മൾ കളഞ്ഞാൽ നമ്മുടെ ശരീരം പഠിക്കുന്നത് എന്താണ്? ഇത് കളയേണ്ടതാണെന്നാണ്. നമ്മുടെ ശരീരം നോക്കി നമ്മുടെ മക്കൾ പഠിക്കുന്ന എന്താണ്? ശീലപ്പെടുത്തുകയാണ്. ഇത് കളയേണ്ടതാണെന്ന് അവർ ആദ്യം നമ്മളെ വൃദ്ധാലയത്തിൽ കൊണ്ടാക്കും. കാരണം അച്ഛനമ്മയും കളയണമെന്ന് അമ്മയും അച്ഛനും തന്നെ പഠിപ്പിച്ചു. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു സിഗ്നൽ വന്നാൽ തന്നെ അത് മക്കൾക്ക് കിട്ടും. മക്കൾ ഉണ്ടാവാൻ പോകുന്ന മക്കളുടെ മക്കൾക്ക് അത് വളരെ വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ അവർ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നുകിൽ അമ്പലത്തിലാണെങ്കിൽ നമ്മൾ അമ്പലത്തിന് നടക്കി കൊണ്ട് തള്ളിയിട്ടുണ്ട്. കാരണം ആവാഹിച്ചിട്ട് ആ ക്ഷേത്രത്തിലാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കും അറിയാം അച്ഛനും അമ്മയും അമ്പലത്തിന് മുമ്പിൽ തള്ളിയ സമാധാനമാണ്. ഗുരുവായൂരും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ധാരാളം അമ്മമാര് നമ്മൾ തന്നെ ചോറ് പഠിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ അവർ കാണിച്ചെന്താന്ന് അന്വേഷിക്കുക. നമ്മളിപ്പോൾ അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അവരിപ്പോൾ ഞാൻ ചോദിക്കുക, ആ അമ്മ ഇത് അനുഭവിക്കാൻ യോഗ്യമായിരിക്കും. കാരണം അവരുടെ കുലാചാരം തള്ളിക്കളഞ്ഞതോ അവരുടെ വീട്ടിലെ ആരാധനാ സമ്പ്രദായങ്ങളെ കൊണ്ട് ക്ഷേത്ര നടക്കിൽ കൊണ്ട് തള്ളിയതായിരിക്കും. അപ്പോൾ അത് തിരിച്ചു വരുന്നതാണ്. കർമ്മയാണത്. അത് തിരിച്ചു വരും. കർമ്മത്തിന്റെ ബന്ധമായിട്ടുള്ള കാര്യം. കാരണം ഇതാണ് വരും തലമുറ കണ്ടുപിടിക്കുന്നത്. അവരതല്ലേ ചെയ്യുള്ളൂ. അച്ഛൻ എന്നോട് പറഞ്ഞത് കൊണ്ടുകളയാനാണ്, ഞാനും കൊണ്ടുകളയുന്നു. നമ്മളിപ്പോൾ കുലദേവതമാരെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ജെൻസി വിഭാഗം ഉണ്ടല്ലോ, അത് ജെൻ ആൽഫ അങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ, അവർ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് അവരോട് എന്ത് പറയാൻ പറ്റും? അവരോട് ദൈവം കോപിക്കുന്നൊന്നും പറഞ്ഞൊന്നും കാര്യമില്ല. ഇല്ല, അത് അവരുടെ തന്നെ ആദ്യത്തെ ചോദ്യം എന്താ അറിയാമോ? എൻ്റെ ഏട്ടൻ്റെ കുട്ടികൾ തന്നെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, അത് നമ്മളോട് എന്തിനാ അമ്മ ദേഷ്യപ്പെടണേ? എൻ്റെ അമ്മയാണെന്ന് പറയുന്നു, അങ്കിൾ എൻ്റെ അമ്മയാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ
എൻ്റെ അമ്മ എന്തിനാണ് എന്നെ ഉപദ്രവിക്കണം എന്ന് വിചാരിക്കുന്നത്, എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്, ഇതാണ് കുട്ടികളുടെ ചോദ്യം. അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂഡ് സ്വിങ് വരുന്നുണ്ടല്ലോ. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഈ മൂഡ് സ്വിങ് എവിടെ നിന്നാണ് വരുന്നത്? അവരുടെ സൈക്കാണ്, അവരുടെ അതന്നെ, അത് എവിടെ നിന്നാണ് വരുന്നത്? പ്രകൃതി എന്നുള്ള വ്യത്യാസമാണ്, അവരുടെ DNA-യിലാണ്. DNA-യിലാണല്ലോ. അപ്പൊ പ്രകൃതിയിലെ വ്യത്യാസം. അതായത് പുറത്ത് മഴ പെയ്താൽ എനിക്ക് ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ പ്രണയം വരും, ചിലപ്പോൾ കാമം വരും. മഴ ഇതിനൊക്കെ ഉത്തേജിപ്പിക്കുന്നുണ്ട്, കഞ്ചാവും ഇതിനൊക്കെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. നമ്മളെ മൂഡിനെ ഇരട്ടിപ്പിക്കുന്നതാണ് ഈ വക സാധനങ്ങളെല്ലാം. അപ്പൊ മഴ കണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കവിത എഴുതാൻ തോന്നുന്നത് നമ്മുടെ ഉള്ളിലെ സർഗാത്മക ശക്തിയെ ഉണർത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ പ്രകൃതിക്ക് നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്ന് വളരെ വ്യക്തமான അനുഭവം കൊണ്ട് ഈ മൂഡ് സ്വിങ്ങും അതുപോലെ തന്നെയാണ്. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മുടെ അന്നത്തെ മൂഡ് പോയി എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ എന്നെ ബാധിക്കുന്നത്? അയാൾ ദേഷ്യപ്പെട്ടു, അയാൾ പോയി, അയാളുടെ ശബ്ദ തരംഗം പോയി, എന്നിട്ടും എനിക്ക് അന്നത്തെ ദിവസം മുഴുവൻ പോയി എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത എന്താണ്? അതേ ശാസ്ത്രീയത തന്നെയാണ് നമ്മുടെ ഉള്ളിൽ അനിഷ്ടത്തോടുകൂടിയിരിക്കുന്ന ഒരു ദേവത ഉണ്ടെങ്കിൽ നമ്മൾ മൂഡ് സ്വിങ്ങിലേക്ക് പോവും, ഡിപ്രഷനിലേക്ക് പോവും. ഇനി അതായത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലാത്ത, കഴിഞ്ഞ കാലത്തെ നന്മകളെ മുഴുവൻ നിനക്ക് വിറ്റ് കളയാനാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ, നിനക്ക് ഈ സ്വത്ത് മാത്രമേ വേണ്ടൂ എങ്കിൽ നിനക്കിനി കുഞ്ഞുണ്ടാകാതെ പോകട്ടെ എന്ന് ഈ കുലദേവതമാർ തീരുമാനിച്ച കുഞ്ഞുണ്ടാവില്ല. ഉണ്ടായ കുഞ്ഞിന് ബുദ്ധിമാന്ദ്യമായിരിക്കും. എത്ര കുട്ടികൾ ഓട്ടിസം വന്നവരും മംഗോളിസം വന്നവരായിട്ടുള്ള എത്ര കുട്ടികൾ എന്നാലോചിക്കൂ. അവരുടെ കുടുംബമൊക്കെ പോയി നോക്കിക്കോളൂ, ഒരു സംശയം വേണ്ട, ഈ ആചാരങ്ങൾ മുഴുവൻ തലകളഞ്ഞു. ആവാഹനമായിട്ട് നടന്ന പല വീടുകളിലും കാണാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്. ഞാൻ എൻ്റെ ഇപ്പോൾ ഇവിടെ ഉള്ള ക്രൂവിൽ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. പലയിടത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താ അങ്ങനെ അവിടെ ആ വീട്ടിൽ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലാണല്ലോ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കൂടുതലാണ്. നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടവും ഒക്കെ തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങ് പറയുന്നത് മുമ്പിൽ അനുഭവം. ഇവിടെ ഒരു ജോസഫ് സാർ ഉണ്ടായിരുന്നു കോട്ടയം ഭാഗത്ത്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ഗവേഷണം നടത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിശദമായൊരു പഠനം അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ഏതോ ഒരു ഏജൻസിയിൽ കൊടുത്തിരുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത്. കേരളത്തിൽ ഒരു പ്രത്യേക പീരീഡിൽ നടന്നുള്ള റോഡ് ആക്സിഡന്റുകളിൽ നല്ലൊരു ശതമാനം അദ്ദേഹം പഠന വിഷയമാക്കിയപ്പോൾ മരിച്ചവർ മുഴുവൻ കടുത്ത നാഗദോഷമുള്ള കുടുംബത്തിലായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതായത് നാഗദോഷം നമ്മളെ അപകടപ്പെടുത്തും, കൊന്നുകളയും എന്ന് പറഞ്ഞു. അപ്പൊ നാഗദോഷം എന്താണെന്ന് അന്വേഷിച്ച് അത് കറക്റ്റ് ചെയ്യലേ എളുപ്പം. ഇതൊക്കെ അന്ധവിശ്വാസം നമ്മൾ തള്ളിക്കളയുന്നത് എന്തിനാണ്? എൻ്റെ വീട്ടിൽ ഒരുപാട് പേര് പോയെങ്കിൽ അതിന് കമ്മ്യൂണിസം കൊണ്ടും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊണ്ടും എനിക്ക് തടയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് അന്വേഷിക്കാനുള്ള കോമൺ സെൻസ് നമുക്ക് വേണ്ടേ? അല്ല, ഇവർക്കൊക്കെ തടയാൻ കഴിഞ്ഞെങ്കിൽ ഓക്കെ ഞാനൊരു കാര്യം, മൂലധനം വീട്ടിൽ വെച്ചോളൂ, നിങ്ങളുടെ വീട്ടിൽ ദുരിതങ്ങൾ തീരും എന്ന് പറഞ്ഞ് അവർക്ക് പരിഹാരമുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ആ പരിഹാരമില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്ന് ഞാൻ അന്വേഷിച്ച് നടന്ന് ഞാൻ കണ്ടെത്തിയ പരിഹാരങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അനുഭവമാണ്. എൻ്റെ അനുഭവം തള്ളിക്കളഞ്ഞാൽ ഞാൻ മണ്ടനാണ്. എൻ്റെ ശാസ്ത്രം എൻ്റെ അനുഭവമാണ്. എൻ്റെ അച്ഛനും അമ്മയും അവർ അച്ഛനും അമ്മയാണെന്ന് എനിക്ക് തോന്നിയത് അവർ DNA ടെസ്റ്റ് നടത്തിയിട്ടൊന്നുമല്ല, എൻ്റെ അനുഭവമാണത്. നമ്മളിപ്പോൾ ബലി നടത്തുന്ന പോലത്തെ ഇതുണ്ടല്ലോ, ഇവരെല്ലാവരും നോൺ വെജ് സുലഭമായി കഴിക്കുന്നവരാണ്. അത് നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അല്ലാതെ പല സമ്പ്രദായത്തിലും കഴിക്കുന്നവരാണ്. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ഇരട്ടത്താപ്പെന്ന് നമ്മൾ പറയുന്ന തരത്തിൽ ഇവർക്ക് ആർക്കും ഒരു ദേവതയ്ക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. എന്തിനാണ് നമ്മളൊരു ഈ പേട്ട അസോസിയേഷൻകാർ പറയുന്ന പോലെ എന്തിനാണ് നമ്മളൊരു ജീവിയെ കൊല്ലുന്നത്? അങ്ങനെ ചോദിക്കുന്നവരാണ്. അപ്പം അവർ പറയുന്നത് ഇതൊക്കെ പ്രാകൃതമായ കാര്യങ്ങളാണെന്നാണ് അവർ പറയുന്നത്. അവർക്ക് കുറച്ചുകൂടെ താല്പര്യം, കുറച്ചുകൂടെ പാൽപ്പായസം ഇതൊക്കെ ഉള്ള ഒരു ഭക്തിയുടെ ഇതിലേക്കാണ് വരുന്നത്. ഇതെങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും? അല്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൻ്റെ കാപട്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കലാണ്. ദേവതയ്ക്ക് നിങ്ങൾ പാൽപ്പായസം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പാൽപ്പായസം കഴിക്കാൻ പാടും. അപ്പുറത്ത് പോയിട്ട് ഷവർമ കഴിക്കാൻ നിൽക്കരുത്. ഇവർക്ക് ഷവർമ ഇല്ലാതെ അൽഫാം ഇല്ലാതെയും കുഴിമന്തി ഇല്ലാതെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുകയും എന്നാൽ ദേവത ഇതൊന്നും കഴിക്കരുത്, അത് പാൽപ്പായസവും പടച്ചോറും മാത്രം കഴിക്കണമെന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് ഈ കാപട്യം. ഇതേ കാപട്യം തന്നെയാണ് ഈ നമ്മൾ പറയുന്ന വിപ്ലവകാരികൾ നവോത്ഥാനക്കാരൊക്കെ കൊണ്ട് നടക്കുന്നത്. ഇവർ പറയുന്നതിന് നേരെ വിരുദ്ധമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ എതിർപ്പ്. അവർ പറയുന്നത് പാലിച്ച് കാണിച്ചിരുന്നത് നമുക്ക് അവരോടൊക്കെ അന്നും ഇന്നും ഇഷ്ടമാണ്. അതല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ കാപട്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒരു വഴി. 2, കഥകളിൽ നിന്നാണ് കുട്ടികളെ അകറ്റിയത്. അതായത് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ, കുട്ടിക്കാലത്ത് തന്നെ ഇതിൻ്റെ പുറകിലെ കഥകൾ അവർക്ക് അറിയുമായിരുന്നുവെങ്കിൽ, ഈ പറഞ്ഞ എന്തിനാണ് ദേവതയ്ക്ക് കോഴി എന്നൊരു ചോദ്യം വരുമ്പോൾ അവിടെ ഒരു കഥ കിടക്കുന്നുണ്ട്. അതായത് കാളി ദാരികനെ വധിക്കുന്ന സമയത്ത് ദാരികൻ്റെ രക്തം ഉരുണ്ടുകൂടിയിട്ടൊരു മുട്ടയായി എന്നും ആ മുട്ട വിരിഞ്ഞ് കോഴിയായി എന്നും ഒക്കെ പറയാം. അപ്പോൾ കാളി ദാരികൻ്റെ ചോര കുടിച്ച ആ കഥയിലേക്ക് വീണ്ടും വരുന്നത് കോഴിയുടെ ചോര ദാരികൻ്റെ ചോരയായിട്ട് തന്നെയാണ് അവിടെ സങ്കല്പം വരുന്നത്. പാപബോധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഥ. കാരണം അപ്പോൾ കോഴി മുട്ട
ദാരികൻ്റെ ചോരയാണെന്നും അതിൽ നിന്ന് വിരിഞ്ഞത് ദാരികൻ തന്നെയാണെന്നും അപ്പോൾ ദാരികനെ കൊല്ലുന്നത് തെറ്റില്ല എന്നും പാപബോധത്തോട് ചെയ്തു കഴിഞ്ഞാൽ ഡ്യുവൽ മൈൻഡായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് കുറ്റബോധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ. ഇനി ദേവതയ്ക്ക് പ്രാണൻ കൊടുക്കണം. പ്രാണനിൽ തന്നെ ഉണ്ടാക്കിയതാണ് ദേവത. ആ ദേവതയ്ക്ക് പ്രാണനെ കൊടുത്തുകൊണ്ടിരുന്നാലാണ് ദേവത കൂടുതൽ കൂടുതൽ ഊർജ്ജത്തിലേക്ക് ഉയരുള്ളൂ. പക്ഷേ എല്ലാ പ്രതിഷ്ഠകളാണ്, എല്ലാ പ്രതിഷ്ഠയല്ല പറഞ്ഞു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ കോഴിയുടെ പൂവങ്കോഴിയുടെ കൂവി തെളിഞ്ഞ പൂവങ്കോഴി എന്നാണ്. അല്ലാണ്ട് 65 എന്ന് പറഞ്ഞാൽ ചിക്കൻ 65 അല്ല. അവൻ്റെ ജീവിതത്തിൽ പൂർണ്ണത വന്നതിന് ശേഷം ഇനി ജീവിതത്തിലൊന്നും അവന് നേടാനുള്ള ഗണചേരൻ്റെ ആനന്ദം വരെ കഴിഞ്ഞതിന് ശേഷമാണ് ആ പൂവങ്കോഴിയെ കൊല്ലുന്നത്. അത് അവൻ്റെ സമ്മതം വാങ്ങി അവന് മോക്ഷം കൊടുത്തിട്ട് അതിനൊക്കെ പ്രത്യേക ക്രിയകളുണ്ട്. അങ്ങനെ ബലി കൊടുക്കുന്ന കോഴികൾ കരയാറില്ല. അവർ പൂർണ്ണ സമ്മതത്തോട് നിന്ന് കൊടുക്കുന്നതാണ് കാണുന്നത്. ഇന്നും കേരളത്തിൽ അങ്ങനെ കൊല്ലാൻ കഴിയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ദേവതയ്ക്ക് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പൂവൻകോഴിയെ നമ്മൾ ദേവതയ്ക്ക് കൊടുത്ത് അതിൻ്റെ പ്രാണനെ ദേവതയിൽ ലയിപ്പിച്ച് അതിൻ്റെ ദ്രവ്യം മാത്രം നമ്മൾ തിരിച്ചെടുത്ത് കൊണ്ടിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അല്ലാണ്ട് 3 നേരം മൂക്കുമുട്ട തിന്നാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഈ ഇറച്ചി തീറ്റ. ഇന്നിപ്പോൾ അൽഫാമും കുഴിമന്തിയും ഒക്കെ 24 മണിക്കൂർ കഴിക്കണം. പക്ഷേ ദേവത ഒന്നും കഴിക്കാൻ പാടില്ല. ഞാൻ കഴിക്കുന്ന ദേവതയ്ക്ക് കൊടുക്കൂല. ഞാൻ കഴിക്കുന്ന എന്തും ദേവതയ്ക്ക് സമർപ്പിച്ച് ഈ അഹിംസാവാദത്തിനൊക്കെ ഇതിലെന്തെങ്കിലും അല്ല, ഇതെല്ലാം ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അഹിംസാവാദം എന്ന് പറയുന്നത് അതൊക്കെ ഭാരതത്തിലത്തെ എല്ലാ രാജ്യങ്ങളും മറ്റേ ഇന്ത്യയിൽ ലയിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരോടൊക്കെ ഉള്ള കരാറുകൾ എന്ന് പറയുന്നത് ഇവരുടെ കുലാചാരങ്ങളും ഒന്നും തന്നെ ലംഘിക്കരുതെന്നായിരുന്നു. അതിപ്പോഴും കാമാഖ്യയിലൊന്നും ലംഘിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പക്ഷെ ഭുവനേശ്വരി ലംഘിച്ചു തോന്നുന്നുണ്ട്. കേരളത്തിൽ പൂർണ്ണമായും ലംഘിച്ചില്ല. ബലി നിരോധിച്ചു. കാമാഖ്യയിൽ അവരുടെ ഒരു കാമാഖ്യ കോറിഡോറിന്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്നിട്ട് അവിടെ 7 മലകൾ ഉണ്ടെന്നാണല്ലോ. അതിൽ ഒരു മലയുടെ എവിടെയോ കൈവച്ചപ്പോൾ തന്നെ അതിനെന്തോ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അവിടെ. അതന്നെ, അതായത് സനാതന സംസ്കാരത്തിനെ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിനെ നശിപ്പിക്കാൻ അടുക്കുമ്പോഴേക്കും തിരിച്ചടി വരുന്നത് കണ്ട് ഇത് എവിടെയാണ് ഈ ബലം എന്നവർ മനസ്സിലാക്കി. ക്ഷേത്രങ്ങളിലാണ്, കാവുകളിലാണ്, ഭുവനേശ്വരിയിലാണ്, ദേവതകളിലാണ്, ശ്മശാനത്തിലാണ്, കുളങ്ങളിലാണ്, പുഴകളിലാണ്, പ്രകൃതിയിലാണ്, ആൽമരങ്ങളിലാണ്, അശോകം, തെച്ചി, പാരിജാതം, പവിഴമല്ലി, തുളസി തുടങ്ങിയ ചെടികളിലാണ് എന്നെല്ലാം മനസ്സിലാക്കി. കായാമ്പൂവ്, കടമ്പ തുടങ്ങിയ മരങ്ങളിലാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നോക്കി നോക്കൂ. കായാമ്പൂ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇവിടെ ഒരു സ്ഥലമുണ്ട്, കായാമ്പൂ എന്നാണ് പേര്, ചേലക്കര ഭാഗത്ത്. കായാമ്പൂന്ന് എങ്ങനെയാണ് അവിടെ ഒരു സ്ഥലം വരിക? കായാമ്പൂവും പൂവും 2 മരങ്ങളും ധാരാളമുണ്ടെങ്കിൽ അവിടെ കായാമ്പൂന്നില്ല. ഒരു കായാമ്പൂ പോലും അവിടെ കാണാൻ പറ്റില്ല. കടമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കടമ്പ് ധാരാളമുള്ള ഊരാണ് കടമ്പൂര്. ഒരു കടമ്പ് പോലും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അതായത് ഒരു സ്ഥലത്ത് അതിന് ശക്തിയായി നിന്നിരുന്ന ആ മരങ്ങൾ ഒരെണ്ണം പോലും കാണാത്ത രീതിയിൽ നശിപ്പിച്ചു കഴിഞ്ഞു. കൃത്യം ഇപ്പം നോക്കിക്കോളൂ, ആലിനെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിനീള ആലുകളുടെ കൊമ്പ് മുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴും അങ്ങയുടെ ഇതിൽ പഠിച്ച ആ ഇംഗ്ലണ്ടിലെ കാര്യത്തിലേക്ക് ഞാൻ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്ക് മരങ്ങളെ അവർ സംരക്ഷിച്ചിരുന്നു. ഇവർ പ്രാകൃതം എന്ന് വിളിച്ചിരുന്ന ജനത ഇംഗ്ലണ്ടിലെ ഓക്ക് മരങ്ങളെ സംരക്ഷിച്ചിരുന്നു. ആ ഓക്ക് എന്ന് പറഞ്ഞ മരങ്ങളെ വെട്ടുകയാണ് അവിടെ ആദ്യം ചെയ്തത്. അത് ബലമാണെന്ന് അറിഞ്ഞിട്ടാണ് സംരക്ഷിച്ചിരുന്നത്. അപ്പൊ അതിനെ വെട്ടിയാലാണ് ആ ജനതയെ അടിമകളാക്കാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ബലം എന്താണ് അതിലേക്ക് നശിപ്പിക്കുക. അപ്പൊ ശ്മശാനങ്ങളിലെ കാര്യമായിട്ട് എൻക്രോച്ച്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്മശാനത്തിന്റെ അടുത്ത് വന്നിട്ട് സ്ഥലം വാങ്ങുക, എന്നിട്ട് അവിടെ കുറെ വീടുകൾ ഉണ്ടാക്കുക. ശ്മശാനമല്ലല്ലോ, ഇലക്ട്രിക് ആണല്ലോ. അല്ല, എന്നിട്ട് അവിടെ ഒരു ആരാധനാലയം കൊണ്ടുവരിക. എന്നിട്ട് ജനവാസ മേഖലയിൽ ശ്മശാനം വേണ്ടവർക്ക് പഞ്ചായത്തിന് അപ്ലിക്കേഷൻ കൊടുക്കുക, പഞ്ചായത്ത് ക്ലോസ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എല്ലാ പഞ്ചായത്തിലും ശ്മശാനം വേണ്ടതല്ലേ? അതെ. കാരണം മനുഷ്യർ എന്തായാലും മരിക്കും. ഒന്നുകിൽ വീട്ടിൽ വെക്കണം, വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ശ്മശാനത്തേക്ക് കൊള്ളണം. അപ്പോൾ ഒരു പൊതു ശ്മശാനം എല്ലാ പഞ്ചായത്തിലും തുടങ്ങേണ്ടതല്ലേ? അതിന് വരെ എത്ര ശ്മശാനങ്ങൾ പൊട്ടിപ്പോയത്? ശ്മശാനം എന്ന് പറയുന്നത് മോശം സ്ഥലമല്ല, പിതൃഭൂമിയാണ്, ദേവതയ്ക്ക് തുല്യമാണ്. നമ്മൾ ഈ പറഞ്ഞ കുലദൈവങ്ങളെ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് ഈ ശരീരം വിട്ടിട്ട് യാത്ര ഒരു ആരംഭിച്ച അവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണത്. നമ്മുടെ ഇന്നത്തെ ഈ ഫ്ലാറ്റ് സംസ്കാരം ഉണ്ടല്ലോ, വെർട്ടിക്കലായിട്ടുള്ള ഇതിലാണല്ലോ നമ്മൾ ധാരാളം നമ്മുടെ കുട്ടികളും നമ്മുടെ ഇന്നത്തെ തലമുറയും ജീവിക്കുന്നത്. അവർക്കെങ്ങനെ, അതായത് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഫ്ലാറ്റ് വരികയാണ്. അപ്പം ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ തന്നെ വേറൊരു അതിഥിയോട്, ശ്രീ രാജേഷ് ശർമ്മയുടെ, അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നത് തന്നെ എങ്ങനെ അവരെ കൂടെ നമുക്കൊരു പുതിയ കാവുകളെ എങ്ങനെ സൃഷ്ടിക്കാം, അവർക്കും കൂടെ പ്രയോജനം ഉണ്ടാകുന്ന തരത്തിൽ പുതിയ കാവുകളെ നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാനാവും, ഈ ഫ്ലാറ്റിലുള്ളവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ. ആദ്യം അവനവൻ്റെ ഫ്ലാറ്റിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നൊരു സമ്പ്രദായം ആദ്യം വരണം. ശരി. അത് നിലവിളക്ക് വെച്ച് അതിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് എന്തെങ്കിലും ഒന്ന് മലരോ അവലെന്താണേലും അമ്മയ്ക്ക് കഴിക്കാനെന്നുള്ള അന്നം എന്ന സങ്കല്പത്തിൽ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുത്ത് കഴിക്കാം. അമ്മ കഴിച്ചതിന് ശേഷമുള്ളതാണെന്ന് വിചാരിച്ച് കഴിക്കാം, വെള്ളവും കുടിക്കാം. ഇത് വന്നാൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യങ്ങൾ തെളിയാൻ തുടങ്ങും. ഇത് തെളിയുന്ന സമയത്ത് ഈ ഫ്ലാറ്റിലുള്ള 10 പേര് ഇതുപോലത്തെ ചർച്ച ചെയ്തിട്ട് നമുക്ക് എല്ലാവരും കൂടി ചേർന്നിട്ടൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിയാലോ, നമുക്ക് സ്വന്തമായിട്ടൊരു കാവ് ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ ഇവരെല്ലാവരും സംഘടിപ്പിച്ച് കാവ് നിർമ്മിക്കാൻ വേണ്ടി സംഘടന എന്നൊക്കെ പറഞ്ഞാൽ ഒരാളും വരാൻ പോകുന്നില്ല. നാളെ അതിൻ്റെ പേരിൽ അടി നടക്കുന്നത് ഉറപ്പാണ്. അപ്പം ആദ്യം അവനവൻ്റെ ഉള്ളിലുള്ള ആ ദേവതയെ ഉണർത്തിയതിന് ശേഷമാണ്
ഈ ചർച്ച തന്നെ അതിൽ വെച്ചിട്ട് കാര്യമല്ലോ, അല്ലെങ്കിൽ അത് ആദ്യമേ തല്ലിപ്പിരിയും. തല്ലിപ്പിരിഞ്ഞു പോകും. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള കാവുകളുണ്ടല്ലോ, നമ്മൾ 13 കാവുകൾ അങ്ങനെ പറയുന്ന കാവുകളുണ്ടല്ലോ. ഈ കാവുകളിലേക്കുള്ള സന്ദർശനം കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ തലമുറയ്ക്ക് പഴമയിലേക്ക് പോകാൻ പറ്റും തോന്നുന്നുണ്ടോ? എനിക്ക് പറ്റും. കാരണം കേരളം സൃഷ്ടിയുടെ ഭൂമിയാണ്, സൃഷ്ടിച്ചെടുത്ത ഭൂമിയാണ്. അതിന്റെ കഥ കിടക്കുന്നത് പരശുരാമനിലാണ്. അപ്പോൾ സൃഷ്ടിച്ചെടുത്ത ഭൂമി സ്വാഭാവികമായിട്ട് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കടലിൽ മുങ്ങുന്നതാണ്. അപ്പോൾ അത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള 108 ദുർഗാലയങ്ങളും 108 ശിവക്ഷേത്രങ്ങളുണ്ട്. 4 അംബികമാരെ 4 അതിരിൽ കാവൽ നിർത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ നിൽക്കുന്നതാണ് ഈ 13 കാവ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ശരിക്കും പറഞ്ഞാൽ മൂലദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അത് കൊടുങ്ങല്ലൂരാണ് അതിന്റെ മൂലം. ഭദ്രകാളിയാണ് മൂലദേവത, അതിന്റെ മൂലക്ഷേത്രം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. ആ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടുള്ള ദേവതാ സമ്പ്രദായങ്ങളാണ് ഈ 13 കാവിലുള്ളത്. 13 കാവ് എന്ന് അറിയപ്പെടുന്ന 13 കാവിലുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ കുലദേവതയെ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അധിദേവത ഭരദേവത ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം? ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ 100 കഥ പറയും. നല്ല ജ്യോത്സ്യന്മാരുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അഷ്ടമംഗല പ്രശ്നം പോലുള്ള വെച്ചതിൽ 7-ാം ഇടവും 4-ാം ഇടവും 9-ാം ഇടവും എല്ലാം ചേർത്തിട്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ നടക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും കഴിയും. പക്ഷേ ഈ പറഞ്ഞാൽ 3 മാസത്തേക്ക് പരിഹാരം പറഞ്ഞ് 3 മാസം കഴിഞ്ഞ് വീണ്ടും ദക്ഷിണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിഹാരം എന്ന് പറയുന്ന ഒരുപാട് ജ്യോതിഷികളെ ഞാൻ നേരിട്ട് അനുഭവത്തിൽ മറ്റേ അനുഭവമുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, അറിയില്ലെങ്കിൽ ഇവരെയൊക്കെ കാണാൻ നല്ല ജ്യോതിഷത്തിനടുത്ത് എത്താനൊരു യോഗം വേണം. അപ്പൊ അവിടേക്ക് പോകാനുള്ളൊരു യോഗം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഈ 13 കാവിൽ ഏത് കാവാണോ തൊട്ടടുത്തുള്ളത് അവിടെ പോയിട്ട് 41 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചാൽ തന്നെ ഇവർ നല്ല ജ്യോതിഷത്തിനടുത്തെത്തും. ഈ അമ്മ തന്നെ എത്തിക്കും. അമ്മ തന്നെ കൂട്ടിക്കൊണ്ടു. കാരണം ഇവൻ നന്നാവാനാണ് തീരുമാനമെങ്കിൽ മോനെ വാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് അമ്മ തന്നെ മനസ്സിൽ തോന്നിച്ച ഒരാളത്തേക്ക് എത്തിക്കും. അത് ഇതൊന്നും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിനെ അങ്ങോട്ട് തീരുമാനിക്കുക. എന്നിട്ട് അമ്മയാണ് ഞങ്ങളുടെ മൂലം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മേനെ വിളിക്കുക. അമ്മയെന്ന് വിളിച്ചിട്ട് ചേർത്ത് അമ്മയെന്ന് വിളിച്ച് ചേർത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഏത് അമ്മേനെ കൂടെ വരാത്തത്? മറ്റേ ആൺ ദൈവങ്ങളൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കും, അല്ലെങ്കിൽ കുറച്ചു കാലം നമ്മളായിട്ട് അറിഞ്ഞു തന്നല്ലേ പോകാന്നുള്ള ആ മട്ടിലൊക്കെ നിൽക്കും. പക്ഷേ അമ്മ തന്നെയാണ്, അതിൽ തമിച്ചെന്നല്ല വിളിച്ചാൽ വരും. അതുകൊണ്ട് കൊടുങ്ങല്ലൂരമ്മയെ തീരുമാനിക്കാം, അതല്ലെങ്കിൽ തൊട്ടടുത്ത ഈ 13 കാവിലൊക്കെ അടുത്തുള്ള ക്ഷേത്രം തീരുമാനിക്കാം. 41 ദിവസം എന്ന് പറഞ്ഞാൽ മണ്ഡലകാലമാണ്. മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളിൽ ഉണ്ടായി വരുന്ന കോശങ്ങൾ നശിച്ച് വീണ്ടും ഉണ്ടാവുന്നത് അങ്ങനെ 41 ദിവസം കൊണ്ട് ശരീരം മുഴുവൻ ഒരു ശീലത്തിന് അടിയിലായി കഴിഞ്ഞു, സ്വഭാവമായി കഴിഞ്ഞു. അപ്പൊ 40 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരം പൂർണ്ണമായി ആ ദേവതയോട് ചേർന്ന് നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൃത്യമായി വഴി തെളിയും. വീട്ടിൽ വിളക്ക് വെച്ചിട്ട് ഭുവനേശ്വരി പ്രാർത്ഥിച്ചാലും 41 സന്ധി ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് ക്ഷേത്രത്തിലാണ് പോകണമെന്ന് തോന്നിപ്പിക്കും. നമ്മൾ ചിലപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ആ അമ്പലത്തിന് മുമ്പിൽ വെച്ച് വണ്ടി കേടായി പോകും, ഓഫായി പോകും. നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് ആളെ വിളിച്ച് നമ്മളിറങ്ങുന്ന എന്തായാലും 10 മിനിറ്റ് സമയമുണ്ട്, അമ്പലത്തിലൊന്ന് പോയി തൊഴാന്ന് വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ട് വർക്ക്ഷോപ്പുകാരൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. അത് വെറും കേടൊന്നുമില്ലല്ലോ എന്ന് പറയും. അത്തരം അനുഭവങ്ങൾ എനിക്കുള്ളതാണ്. കാരണം ഏത് ക്ഷേത്രത്തിലാണ് നീ അതൊന്ന് പറയാമോ ഭുവനേശ്വരി അത്തരത്തിലുള്ള അങ്ങയുടെ ഒരു അനുഭവം? അല്ല, ഭുവനേശ്വരി അനുഭവം ഒരുപാടുണ്ട്. ഒന്നല്ല, അതായത് ഞാൻ ഈ നമുക്ക് അടുപ്പമുള്ള ക്ഷേത്രങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളൊരു വൈദ്യൻ പറഞ്ഞു, മണിയടി കേൾക്കുന്ന ക്ഷേത്രത്തിനടുത്താണ് നിങ്ങൾ താമസിക്കുന്നത്. അതായത് വൈകുന്നേരം ദീപാരാധനയ്ക്ക് മണിയടിക്കുന്നത് കേൾക്കുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ വീട് വയ്ക്കുക എന്നാണ്. അപ്പം ഞാൻ അതിൻ്റെ മനസ്സിലുണ്ട് ഒരു സാധനം. അതുകൂടാതെ പറഞ്ഞിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ മതിലിടിഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരു ക്ഷേത്രത്തിൽ മതിലിടിഞ്ഞ് കിടക്കും. ഞാൻ കുറേ ക്ഷേത്രങ്ങളെത്തിയിട്ടോ. അതായത് ഞാനൊരു ഉപാസകനായിരുന്നു കഴിഞ്ഞ ജന്മത്തിലെങ്കിൽ ഞാൻ ഉപാസന നടത്തി തേടി കെട്ടിക്കൊണ്ടുവന്നൊരു ദേവതയുണ്ട്. കുലദേവത വീട്ടിലുണ്ട്, കുലത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഭുവനേശ്വരി ഉണ്ട്. ഇനി അത് വലിയ വീടാണെങ്കിൽ മറ്റുള്ള ഭഗവതിയുണ്ട്. അത് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ കുടുംബദേവതയുണ്ട്, ദേശദേവതയുണ്ട്, ഗ്രാമദേവതയുണ്ട്. അതിനുശേഷം എനിക്ക് ഇഷ്ടം തോന്നുന്ന ചില ദേവതയുണ്ട്. അതായത് ഇപ്പോൾ ഗുരുവായൂരപ്പൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെങ്കിൽ അതെൻ്റെ ഇഷ്ടദേവതയാണ്. അത് കഴിഞ്ഞ ജന്മത്തിലും എനിക്ക് കണ്ണനോട് ഇഷ്ടമുണ്ടായിരിക്കും. ആ ഇഷ്ടം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടദേവതയുണ്ട്. ഇങ്ങനെ ഒരുപാട് ദേവതകൾ നമ്മുടെ പൂർവ്വജന്മങ്ങളിലോ നമ്മുടെ പരമ്പരകളിലോ പലരും പോയി അടുപ്പമുണ്ടാക്കിയ പല ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഒരാളൊരു ക്ഷേത്രം പറഞ്ഞ് ഞാൻ അവിടെ പോകും. കുറച്ച് നേരം കഴിയുമ്പോൾ അല്ല അത് മാത്രമല്ല കേട്ടോ, വേറെയും ക്ഷേത്രം ഉണ്ടെന്ന് വേറെ ആൾ പറയുമ്പോൾ ഞാൻ അതും കണ്ടെത്തും. അങ്ങനെ ഞാൻ കുറേ ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ആരൊക്കെയോ പോയി ബന്ധം സ്ഥാപിച്ച ദേവതകൾ അവർ തന്നെ നമ്മളെ വിളിക്കും. അവർ ഒരു ക്ഷേത്രം പറഞ്ഞു തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെങ്ങനെയാണ്, മതിലിടിഞ്ഞ് കിടക്കുന്നുണ്ട്, നിങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും ദേവത ഇറങ്ങി നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ദേവത ഇങ്ങോട്ട് വന്ന് സ്വീകരിക്കും? അപ്പം ഞാൻ വിചാരിച്ചു ദേവത നമ്മൾ ഈ മറ്റേ അമർചിത്ര കഥയിലേക്ക് കാണുന്ന പോലെ ദേവത ഒന്ന് പ്രത്യക്ഷപ്പെടുന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഉത്രാളിക്കാവിൽ തൊഴുത് ഞാൻ ഏട്ടന് വേണ്ടി ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ഉത്രാളിക ഒന്നും കിട്ടിയില്ല, പ്രസാദം ബൈക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് മച്ചാട് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം മച്ചാട് ക്ഷേത്രമായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം പോയിട്ട് ഇപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തി. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചോദിച്ചു, ആ പ്രസാദം എവിടെ തരുക, മറ്റേ ഉത്രാളിക്കാവിലെ പ്രസാദത്തെ എവിടെയാണ് ചോദിച്ചു, ഇലയിൽ പോയി ചോദിച്ചത്.
അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിരുന്നു, നോക്കി നോക്കി പറഞ്ഞു. എന്താ അവൻ അങ്ങനെ പറയാൻ കാരണം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വണ്ടി നോക്കി, വണ്ടിയിൽ കാണാനില്ല. അപ്പോൾ അവന് വഴിയിലൂടെ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലം കടന്നു പോകുന്നു. അങ്ങനെ ഏട്ടൻ പറഞ്ഞു, നമ്മൾ അമ്പലം കടന്നു പോകുന്നുണ്ടാവും, നമുക്ക് തിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പ്രസാദം വീണ് കിടക്കുന്ന വഴി അന്വേഷിച്ച് ബൈക്ക് തിരിച്ചു പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ പ്രസാദം വീണ്, പേപ്പറിൽ പോയിട്ടുണ്ട്, പ്രസാദം വീണ് കിടക്കുന്നു. നമ്മളത് എടുത്തിട്ട് നേരെ കണ്ട ആളോട് ചോദിച്ചു, ഇവിടെ തൊട്ടടുത്ത് എവിടെ ക്ഷേത്രം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്താ ഈ മതിലിൻ്റെ അപ്പുറം ക്ഷേത്രമാണ്, ഇങ്ങനെയും പോവാം അങ്ങനെയും പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളത് കാണാതെ ബൈക്കിലേക്ക് കൂടെ കടന്നു പോകുന്നിരിക്കാനുണ്ടോ, പുറകിലാണല്ലോ, സൈഡിലാണ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട ഗേറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ വളവൊക്കെ ഉള്ളതുകൊണ്ട് അപ്പുറത്ത് വണ്ടി വരണ്ടോന്നാണ് കൂടുതൽ ശ്രദ്ധ, കാണാണ്ട് പോകുന്നിരിക്കുകയാണ്. ഇത് തെരഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഈ അമ്പലത്തിന് ഒരു ഗേറ്റ് കടന്നിട്ട് പോകുന്നുണ്ട്, പക്ഷെ അപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് കയറാൻ ബൈക്ക് നിർത്തി കയറാൻ പോകുന്ന സമയത്ത് നേരെ ശീവേലിക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മ പുറത്തേക്ക് ഇറങ്ങിയാണ്. പനങ്ങാട്ടുകര ദേവീക്ഷേത്രത്തിലെ കാത്തിയാനി, ബാലകാത്തിയാനി എന്ന് വെച്ചാൽ കടുപ്പമുള്ള പൂക്കളോ രൂക്ഷഗന്ധമുള്ള ഒന്നും അവിടെ ഉപയോഗിക്കില്ല. അപ്പം അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞങ്ങൾ ശരിക്കും സ്വീകരിക്കാൻ വേണ്ടി വരുന്ന വഴി പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തന്നെ ആയിരിക്കാം ക്ഷേത്രം എന്നൊരു തോന്നലപ്പോൾ വന്നു. അതിനുശേഷം ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഏട്ടങ്ങൾ തട്ടിയിട്ട് പറഞ്ഞു, മതിലിടിഞ്ഞ് കിടക്കണം, ഒരു മതിൽ എൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് കിടക്കും. അപ്പോൾ മതിലിടിഞ്ഞുണ്ടാവുന്നു, അമ്മ സ്വീകരിക്കുന്നു, പറഞ്ഞത് കൃത്യമായിട്ട് അവിടെ സംഭവിക്കുകയാണ്. അതിനുശേഷം അപ്പോഴും എനിക്ക് ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കുമോ നമ്മൾ താമസിക്കേണ്ടതെന്ന് തോന്നിയിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അല്ലല്ല, ആ ക്ഷേത്രം ഞാൻ പറഞ്ഞ ക്ഷേത്രം തന്നെയാണ്, പക്ഷെ അതല്ല, എന്താ പറയുക, വേറൊരു സെൻസുള്ള ആളാണ്, സിദ്ധിയുള്ള ആളാണ്. ഞാൻ പറഞ്ഞു വേറെ ക്ഷേത്രമാണ്. അപ്പോഴാണ് ഈ മണിയുടെ കാര്യം പറഞ്ഞത്, മണി അടിക്കുന്നത് കേൾക്കുന്ന സ്ഥലത്തായിരിക്കുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത അയ്യപ്പ ക്ഷേത്രമാണ്. അവിടെ ദീപാരാധനയ്ക്ക് മണി അടിക്കാൻ എൻ്റെ വീട്ടിൽ കേൾക്കാൻ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ അവിടെ അപ്രതീക്ഷിതമായിട്ട് എത്തിപ്പെടാണ്. അപ്പോൾ ഞാൻ വീട് വാങ്ങാൻ പോകുമ്പോൾ അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഒന്നും തന്നെ അവിടെ ക്ഷേത്രത്തിൽ എനിക്കല്ലായിരുന്നു. ഞാൻ രാത്രിയാണ് പോകുന്നത്. രാത്രി എല്ലാം തീരുമാനിച്ച് 1,100 രൂപ എന്തോ കൊടുത്ത്, പിന്നെ പിറ്റേ ദിവസം അവർ കുറച്ച് കൂടുതൽ പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ വേണ്ടി പിറ്റേ ദിവസം പകൽ സമയത്ത് പോകുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ക്ഷേത്രം കാണുന്നു, അമ്പലപ്പുറമ്പ് കാണുന്നത്. അപ്പോൾ എനിക്കത് ഓർമ്മ വന്നു, അപ്പോൾ സംഭവം ശരിയാണെന്നുള്ളത്. ഇതെല്ലാം വളരെ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് എത്താനാണ് ദേവതയ്ക്ക് താല്പര്യം, നമ്മൾക്ക് ദേവതയെ താല്പര്യമുണ്ടെങ്കിൽ. അല്ലാതെ അത് തന്നെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ സുഖമായി കഴിയാനാണ് നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടം. നമ്മൾ അമ്മയെ സ്മരിച്ചുകൊണ്ട് അമ്മയെ ഞാൻ എന്താ അറിഞ്ഞാണ്, അമ്മയെ കൂടെ ഉണ്ടാവണം, അമ്മ അനുഗ്രഹമായിട്ടുണ്ടാവണം, നമ്മൾ ഒരുമിച്ച് തേടണം. അതെ, അങ്ങനെയാണെങ്കിൽ അമ്മ ഇതൊക്കെ കൃത്യമായിട്ട് എത്തിച്ചേരും. നമ്മൾ ഒന്നിനെ കുറിച്ച് ആലോചിക്കണം. അതാണ്, നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നാളെ എങ്ങനെയെന്നൊരു ചിന്ത വേണ്ട. ഇപ്പോൾ ഈ നിമിഷം, കാരണം സമയത്തിൻ്റെ ദേവതയാണ് ഇതെല്ലാം. അപ്പം സമയം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതാണ് സമയം. ഇവിടെ നിങ്ങൾ ധാർമ്മികനാണോ, ഇപ്പോൾ നിങ്ങൾ ധാർമ്മികനാണോ, നിങ്ങൾ കള്ളം പറയുന്നില്ലേ, നാളെ എന്തെന്നുള്ളതിനെ കുറിച്ച് ആലോചന വേണ്ട, നാളേക്കുള്ളത് നാളെ വരും. ഇപ്പോൾ അങ്ങ് പറയുന്നത് ഇപ്പോഴത്തെ ഈ മോഡേൺ ഡിപ്രഷൻ്റെയും ആങ്സൈറ്റിയുടെയും എല്ലാത്തിൻ്റെയും മരുന്ന് അമ്മയുടെ ഉണ്ട്. എല്ലാം നമ്മുടെ ഉള്ളിൽ അമ്മയിലുണ്ട്. അത് അമ്മ നമ്മുടെ ഉള്ളിലുണ്ട്, ഓരോ കോശങ്ങളിലുണ്ട്. ഇപ്പം എനിക്കൊരു ഗുരുനാഥൻ പറഞ്ഞു തന്നൊരു സാധനമാണ്, ഒരു കോശത്തിന് വാതിലുകളുണ്ട്, 2 വാതിലുകൾ. അതിന് ഒന്നിന് കാവല് അമ്മയും ഒന്നിന് കാവല് അച്ഛനുമാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും, എന്ത് മരുന്ന് കഴിച്ചാലും, എന്തൊക്കെ പുണ്യപ്രവർത്തികൾ ചെയ്താലും ഈ കോശത്തിനകത്തേക്ക് അതിൻ്റെ ഫലം കയറണമെങ്കിൽ ഈ ഒരു വാതിൽ തുറക്കണം. അപ്പോൾ ബലിയിടാത്ത ഒരാൾക്ക് ഈ വാതിൽ അടഞ്ഞ് തന്നെ കിടക്കും. കാരണം അച്ഛനും അമ്മയും പ്രതിനിധിയായി നിൽക്കുന്ന പരമ്പരയുടെ വാതിലാണത്. അതുകൊണ്ട് ബലിയിട്ടാലാണ് അപ്പോൾ അവൻ നമുക്ക് അന്നം തരാൻ തയ്യാറാണ്, അവൻ നമ്മളെ ഓർക്കുന്നുണ്ട്, അവൻ നമുക്ക് ഈ ചൂടിൽ അവൻ നമുക്ക് വെള്ളം തരാൻ തയ്യാറാണെങ്കിൽ അവൻ വാതിൽ തുറന്നു കൊടുക്കുക എന്ന് അവർ പറയുമ്പോഴാണ് ഈ ഡിപ്രഷൻ കഴിക്കുന്ന മരുന്ന് പോലും അകത്ത് കയറുള്ളൂ. അല്ലെങ്കിൽ ഡിപ്രഷൻ കഴിക്കുന്ന മരുന്ന് കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് പല മരുന്നുകളും ഫലിക്കാത്തത്. ഇത് നമ്മളിലേക്ക് എത്തണ്ടേ, സൂക്ഷ്മതലത്തിൽ ഇത് ഔഷധമായി പ്രവർത്തിക്കണം, ജെനറ്റിക്സ് ആയിട്ട് ചേർന്ന് പോകണം. അകത്ത് കയറണമെങ്കിൽ പെർമിഷൻ വേണം. അത് പിതൃക്കൾ പെർമിഷൻ തരണം, നാഗങ്ങൾ പെർമിഷൻ തരണം, കുലദേവതകൾ പെർമിഷൻ തരണം. അപ്പം നമ്മുടെ അകത്തിരുന്ന് കോപിച്ചും തപിച്ചും വിഷമിച്ചും സങ്കടപ്പെട്ടും ദുരിതത്തിലായി നിൽക്കുന്ന ദേവതകളെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രം മതി ഇതെല്ലാം കളയാനാവാം. പുതിയ തലമുറയോടും പറയാനുള്ളത് തന്നെയാണ്, ഇത് പക്ക സയൻസാണ്. സന്തോഷം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ സന്തോഷം.